നമ്മളിപ്പോൾ കാണുന്ന ഈ ഇൻ്റർനെറ്റ് സംവിധാനമെല്ലാം പെട്ടെന്നൊരു സമയത്ത് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ പ്രധാന പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് ഹോർമോസ് കടലിൻ്റെ അടിയിലാണ്. അണ്ടർ വാട്ടർ കേബിൾ സംവിധാനങ്ങളുടെ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ഹോർമോസ് കടലിടുക്കാണ്. ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കെല്ലാം ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ ആ മുകളിലാണ് ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം നടക്കുന്നത്. കപ്പൽ തടയുന്നതും കപ്പൽ വെടിവെക്കുന്നതും അന്തർവാഹിനി അയക്കുന്നതെല്ലാം ഹോർമോസിലാണ്. പെട്ടെന്നൊരു നിമിഷം നിന്നാൽ അതോടെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നിശ്ചലമാവും. ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പാക്കിക്കോണം. പ്രവചനത്തിൽ എന്തെല്ലാം ദൈവം പറഞ്ഞോ അതെല്ലാം കൃത്യമായി നിറവേറുകയാണ്. പക്ഷേ സഭയ്ക്ക് ആ കാര്യം അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സഭയുടെ ഈ ദിവസങ്ങളിലെ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, വിശുദ്ധി സൂക്ഷിക്കുവാൻ, കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെടുവാൻ ഈ കൺവെൻഷനും ഇടയാകട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വളരെ പരിചിതമായൊരു 3 വാക്യം ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ പോവുകയാണ്. ദൈവമക്കൾ തിരുവെഴുത്ത് തുറന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. 3 വാക്യങ്ങൾ, 4:35, 5:1, 5:21, 3 വാക്യങ്ങൾ ചുമതലപ്പെടുത്തിയ ഒരാൾ മൈക്കിലൂടെ വായിച്ച് കേൾപ്പിക്കുന്നത് നല്ലതാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. 5:1. അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. 21-ാമത്തെ വാക്യം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. മതി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ മൈക്ക് ചെയ്തവർ എനിക്ക് ഇവിടുന്ന് കേൾക്കാവുന്ന പോലെ അങ്ങോട്ട് കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ഈ മോണിറ്റർ ഒന്ന് കേൾക്കാവുന്ന ഒരു സംവിധാനം ചെയ്തു തന്നാൽ പ്രയോജനമാണ്. സ്തോത്രം. ഞാൻ ഒത്തിരി ശബ്ദമെടുക്കാതെ ശാന്തമായി പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മാൻ, താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ലഭിച്ച തിരുവെഴുത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഈ രാത്രി ഞങ്ങളുടെ മധ്യയെ വെളിപ്പെടുത്തണം. മുഴുമകത്വം പങ്കെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ ശ്രദ്ധിച്ചതിന് പുസ്തകം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ട വേഗത്തിൽ ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷമായിരിക്കുകയാണോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന എൻ്റെ മുഖത്ത് നോക്കിയാൽ വല്ല സന്തോഷമുണ്ടോ? സ്തോത്രം. ദൈവമക്കളുടെ മുഖത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു സന്തോഷം ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ. വളരെ ശ്രദ്ധേയമായ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 1, അന്ന് സന്ധ്യയായപ്പോൾ യേശു അവരോട് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. 2, അവൻ അക്കരെ ഗദരദേശത്ത് എത്തി. 3, അവൻ ഇക്കരെ എത്തി. 3 വാക്യങ്ങൾ. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുഖ്യ പങ്ക് നടന്നത് ഗലീല എന്ന സ്ഥലത്താണ്. 36ഓളം അത്ഭുതങ്ങൾ വിശുദ്ധ പുസ്തകത്തിൽ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ചെയ്തതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ പറഞ്ഞു 36 3600 ചെയ്തതെല്ലാം കൂടെ എഴുതാൻ പോയാൽ ഈ ഭൂമിയിലെ പേപ്പറൊന്നും തികയത്തില്ലായിരുന്നു. അതുപോലെ കർത്താവ് എന്ത് ചെയ്തു? അത്ഭുതങ്ങളെ ചെയ്തു. പക്ഷേ എഴുതപ്പെട്ട 36-ൽ 19 അത്ഭുതങ്ങളും നടന്നത് ഗലീല എന്ന സ്ഥലത്ത് വെച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇസ്രായേലിൻ്റെ പലസ്തീൻ നാടെന്നറിയപ്പെടുന്ന ആ കൊച്ചു രാജ്യം, ഏതാണ്ട് ഒരു 120 മൈൽ ചുറ്റളവുള്ള ഈ കൊച്ചു രാജ്യം 3 പ്രവിശ്യകളായി, 3 സ്റ്റേറ്റുകളെന്നോ 3 ജില്ലകളെന്നോ ഒക്കെ പറയാവുന്ന പോലെ
തിരിച്ചിരിക്കുകയാണ്. അതായത് അങ്ങ് തെക്ക് ഭാഗം വളരെ പ്രസിദ്ധമായിരിക്കുന്ന യഹൂദ നാട്. മധ്യഭാഗം എന്ന് പറയുന്നത് ശമരിയ. ഏറ്റവും വടക്കേ അറ്റം എന്ന് പറയുന്നതാണ് ഗലീല. ഈ ഗലീലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലെബാനോൻ പർവ്വതത്തിൽ നിന്നും ഹെർമോന്യ പർവ്വതത്തിൽ നിന്നും നീരൊഴുക്കുകളായി ഒഴുകിയിറങ്ങി യഹൂദയോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു നദിയായി മാറുകയാണ്. ആ നദിയാണ് വേദപുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ യോർദാൻ നദി. ആ യോർദാൻ നദി യഹൂദയിലൂടെ ഒഴുകി ശമരിയുടെ കൂടെ ഒഴുകി ഇനി ഗലീലയിൽ വരുമ്പോഴത്തേക്ക് ഒരു വലിയ തടാകമായി മാറുകയാണ്. ഏതാണ്ട് 35.5 മൈൽ ചുറ്റളവുള്ള 3.5 മൈൽ വീതിയുള്ള ഒരു 150 അടി താഴ്ചയുള്ള ശുദ്ധജല തടാകമാണ്. പക്ഷെ അവരതിന് പല പേരാണ് വിളിക്കുന്നത്. കുറേ പേര് അതിന് ഗലീല കടൽ എന്ന് വിളിക്കുന്നുണ്ട്, കുറച്ച് പേര് ബെത്സൈദ കടൽ എന്ന് വിളിക്കുന്നുണ്ട്, കുറേ പേര് തിബെരിയാസ് കടൽ എന്ന് വിളിക്കുന്നുണ്ട്, ചിലരൊക്കെ ഗെന്നസരേത്ത് തടാകം എന്ന് വിളിക്കുന്നുണ്ട്, ചിലരൊക്കെ ദാവീദിന്റെ കയ്യിലെ കിന്നരത്തിന്റെ ഓർമ്മയിൽ കിന്നോരോത്ത് എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ 5 പേരുകളുള്ള മനോഹരമായ ഈ തടാകത്തെ കടൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ അതൊരു കടലല്ല, എന്നാൽ ഈ തടാകത്തെ കടൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ കർത്താവ് ജനിച്ചത് ദൈവവചനത്തിൻ്റെ നിവർത്തി എന്ന വണ്ണം യഹൂദിയ ദേശത്തിലെ ബേദലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന പ്രവചനത്തിന് നിവർത്തി എന്ന വണ്ണം തച്ചനായ ജോസഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയെ കൂട്ടിക്കൊണ്ട് ഈ ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യാത്ര ചെയ്ത് യഹൂദിയിലെ ബേദലഹേമെ ചെല്ലുമ്പോഴാണ് പ്രസവവേദന ഉണ്ടാകുന്നതും വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ വഴിയിൽ എവിടെയോ പിറക്കുകയും പശുത്തൊഴുത്തിൽ കിടത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹേരോദാവ് കൊല്ലുമെന്ന് കണ്ടപ്പോൾ ദൂതൻ ഈ യോസഫിന് വെളിപ്പെട്ട് പറഞ്ഞു, യോസഫെ, നീ മറിയേയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പൈതലിനെ ഹേരോദാവ് കൊല്ലാൻ പ്ലാൻ ഇരുന്നതുകൊണ്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ യോസഫും മറിയയും കുഞ്ഞുമായിട്ട് മിസ്രൈമിലേക്ക് പോയി. യേശുവിൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ വിദേശ യാത്ര ചെയ്തിട്ടുള്ളൂ. അത് ചെറുപ്പത്തിലെ ജോസഫും മറിയയും കൂടി എടുത്തുകൊണ്ട് മിസ്രൈമിൽ പോയതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ. എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന പ്രവചനം നിവർത്തിയാകുവാൻ ഹേരോദാവ് മരിച്ചപ്പോൾ ജോസഫിന് സ്വപ്നത്തിൽ ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലാണ്ടിരുന്ന ഹേരോദാവ് മരിച്ചു, നീ കുഞ്ഞുമായി മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ ജോസഫ് പാർത്തിന് നസറേത്തിലേക്ക് തിരിച്ചു വന്നു. ഗലീലയിലെ നസറേത്തിൽ തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെയുള്ള യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ദീർഘമായ 30 വർഷങ്ങളും താന് ഈ നസറേത്തിലാണ് പാർത്തത്. അതുകൊണ്ട് നസ്രായൻ എന്ന പേര് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ജന്മം കൊണ്ട് ബേദലഹേമിനാണെങ്കിലും വളർന്നത് നസ്രത്തിലായതുകൊണ്ട് യേശുവിന് എന്ത് പേര് കിട്ടി? നസ്രായൻ എന്ന പേര് കിട്ടി. ഈ ഗലീലയുടെ പ്രത്യേകത, ആ ഒരു കടലിലെ മത്സ്യങ്ങളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും. അവിടെ കോളേജില്ല, സ്കൂളില്ല, യൂണിവേഴ്സിറ്റി ഇല്ല, വലിയ പ്രമാദമായ ഹോസ്പിറ്റലില്ല, അങ്ങനത്തെ ഒന്നും സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞത്. യഹൂദി അങ്ങനൊന്നുമല്ല. യഹൂദി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുണ്ട്, രാജാവിൻ്റെ കൊട്ടാരം അവിടെയാണ്, അപ്പങ്ങളുടെ നഗരം അവിടെയാണ്, ദൈവത്തിൻ്റെ ആരാധന ആലയം അവിടെയാണ്, നാട്ടിലെ പ്രമുഖരായ പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യരും. അവർക്ക് 2-3 ഭാഷ അറിയാം. അവർക്ക് എബ്രായ ഭാഷ നന്നായിട്ട് പറയാൻ അറിയാം, അവർക്ക് ഗ്രീക്ക് ഭാഷ നന്നായിട്ട് പറയാൻ അറിയാം, അവർക്ക് അരാമ്യ ഭാഷ നന്നായിട്ട് പറയാൻ അറിയാം. ഇപ്പം റോമൻ ഗവൺമെൻറ് കൈസറുടെ നേതൃത്വത്തിൽ ഇവരെ ഭരിക്കുന്നത് കൊണ്ട് റോമൻ ഭാഷ ഇച്ചിരിയൊക്കെ അവർക്ക് അറിയാം. പക്ഷേ ഈ ഗലീലയിലുള്ളവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് അരാമ ഭാഷ മാത്രമാണ്. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ മുഖ്യ ഭാഗവും അരാമ്യ ഭാഷയിലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഓർപ്പിച്ച് വരുന്നത്, കർത്താവ് ഈ അരാമ്യ ഭാഷ മാത്രം അറിയാവുന്ന 12 പേരെയാണ് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്ത്. പ്രൈസ് ദി ലോർഡ്. നല്ല ഭാഷയും പാണ്ഡിത്യവും ഉള്ള ഒരാൾ രാത്രി വീട്ടിൽ വന്നായിരുന്നു, വിളിക്കാതെ കയറി വന്നതാണ്.
ഒന്ന് പ്രശംസിക്കാനായിട്ട് വന്നതാ. ഇന്നലെ ആ കാനാവിൽ നടത്തിയ അത്ഭുതം നന്നായിരുന്നു. ഇത്രയും വലിയ പരിപാടി കെട്ടിക്കിടക്കുന്ന പച്ചോളം എടുത്ത് വീഞ്ഞാക്കി കൊടുക്കാൻ ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ആരെക്കൊണ്ടും അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന ഒരു ആശംസയും ഒരു ഓട്ടോ താങ്ക്സും പറയാനായിട്ട് വന്നതാണ് നിക്കോദീമോസ്. നല്ല വിവരമുള്ള ശാസ്ത്രീയായ മനുഷ്യനാണ്. അദ്ദേഹത്തെ പിടിച്ചു വേണമെങ്കിൽ ശിഷ്യനാക്കാമായിരുന്നു. അവനോട് പറഞ്ഞു നീ പോയി വീണ്ടും ജനിക്കാൻ പറഞ്ഞു വിട്ടു. അല്ലേ പറഞ്ഞേ? അപ്പോൾ കർത്താവിന് ഈ പാണ്ഡിത്യം ഉണ്ടായിട്ട് കാര്യമില്ല. പുതുതായി ജനിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇന്ന് രാത്രി കൺവെൻഷൻ കൊച്ചതാണെങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹം നീ പുതുതായിട്ട് എന്ത് ചെയ്യണം. ആ പുതുതായി ജനിച്ചവരൊക്കെ നല്ലൊരല്ലുലിയ പറഞ്ഞാട്ട് ഹാലേലുയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ പാണ്ഡിത്യം, അവരുടെ അറിവ്, കർത്താവ് വളരെ ലളിതമായൊരു ഉപമ പറഞ്ഞു. വളരെ ലളിതമായൊരു ഉപമ. കർത്താവ് പറയുന്നതെല്ലാം വളരെ ലളിതമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. ഒരു അല്ലുലിയ പറഞ്ഞേ. അല്ല, നമ്മുടെ കൂട്ടുകാലത്തേക്ക് വിങ്കൽ കന്യകമറിയാമിൽ കാലിത്തൊഴുത്തിലൂടെ ആ പിറന്ന കാൽവറി കൊലത്തളത്തിൽ നിന്ന് പറഞ്ഞ് കാ തന്നെ പറയുന്ന ഒന്നുമല്ലായിരുന്നു. കർത്താവ് വളരെ സിമ്പിളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ പറഞ്ഞു തച്ചൻ്റെ മകനായ കൊച്ചൻ്റെ വായിൽ നിന്ന് വന്ന് തച്ചൻ്റെ എന്നും പറഞ്ഞ് താ തന്നെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നും കർത്താവ് ലളിതമായിട്ട് പറഞ്ഞു. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ കുറച്ച് വഴി വീണു, കാക്ക കുത്തിക്കൊണ്ടുപോയി. കുറച്ച് മുള്ളിനടക്കി വീണു, കിളുത്ത് വന്നെങ്കിലും മുള്ളിൽ ഞെരുക്കുകയാൽ അത് ഫലം കായ്ക്കാതെ പോയി. കുറച്ച് പാറ സ്ഥലത്ത് വീണു, കിളുത്തെങ്കിലും വേര് ഇറങ്ങാൻ സ്ഥലമില്ല. അതുകൊണ്ട് വെയിലടിച്ചപ്പോൾ കരിഞ്ഞു പോയി. കുറച്ച് നല്ല സ്ഥലത്ത് വീണു, 30, 60, 100 മേനി. എത്ര സിമ്പിളാണ്. അതിൻ്റെ ഗ്രീക്ക് വല്ലതും പറയണോ? അതിൻ്റെ ഹീബ്രു പറയണോ? പറഞ്ഞേ, ലളിതമല്ലേ? പക്ഷെ വൈകിട്ട് ഈ പുള്ളികൾ വന്ന് ചോദിക്കും കർത്താവേ പകല് പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്നാണ്. അതായിരുന്നു ഗലീലക്കാരൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത്ര സിമ്പിളായ ഒരു ഉപമ പറഞ്ഞിട്ട് വൈകിട്ട് യേശുവിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞ ആ ഉപമയുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അരാമ്യ ഭാഷയിൽ യേശു അരാമ്യ ഭാഷ പറയുന്നവരോട് പറഞ്ഞൊരു ഉപമ പോലും ഗ്രഹിക്കാൻ കഴിവില്ലാത്തവരെയാണ് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. ഇതിനെന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ, കുലീനന്മാരെ ലജ്ജിപ്പിക്കാൻ, ദൈവജ്ഞാനമില്ലാത്ത പോഷന്മാരായ അല്ലെങ്കിൽ ബലഹീനരായ കുലഹീനന്മാരായ ആളുകളെ മുഴുവൻ തിരഞ്ഞെടുത്തത് ഈ ഗലീലയിൽ നിന്ന്. ഒരല്ലുലിയ പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 ദിവസമായി പ്രസംഗം കേട്ടവർ വീട്ടിൽ പോലും പോകാതെ ഇരുന്ന് കേൾക്കുകയാ. അവരുടെ വിശപ്പെല്ലാം മാറ്റി അവർക്കെല്ലാം അപ്പം വാഴ്ത്തി കൊടുത്ത് ഒരു കൊച്ചു ബാലകന്റെ കയ്യിലെ കൊച്ചപ്പത്തെ വിശാലമാക്കി അവരെല്ലാം പൊഷിച്ച് തൃപ്തി പ്രാപിച്ച് ഒരു 12 കൊട്ട മിച്ചമൊക്കെ എടുത്തിരിക്കുമ്പോൾ നേരം സന്ധ്യയായി. വെയില് അസ്തമിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു വേഗം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. വേഗം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു കർത്താവേ അസമയമാണ്, നേരം വൈകുന്നു, കാർമേഘമുണ്ട്, കാറ്റടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കടൽയാത്ര ചെയ്യാൻ കൊള്ളാവുന്ന സമയമല്ല. ഇത് പറഞ്ഞത് ഗലീല കടലിൽ നല്ല തഴക്കോ മെയ്വഴക്കോ വന്ന ശിഷ്യന്മാരാ പറഞ്ഞ് പോകാൻ പറ്റിയ സമയമല്ല. പക്ഷേ കർത്താവ് പറഞ്ഞു പോയേ മതിയാവും, വേഗം പോകണം. അവർ പെട്ടെന്ന് പടകിൽ കയറി. യേശു കൂടെ കയറി യേശു കയറിയ പാടെ അമരത്തോട്ട് തലയണ വെച്ച് ശാന്തമായിട്ട് ഉറങ്ങി. ഇവരെ പടക് പതുക്കെ തുഴഞ്ഞു നീങ്ങുകയും അവർ പ്രതീക്ഷിക്കാത്തതെല്ലാം സംഭവിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഒരല്ലുലിയ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുന്നത് നീ വിചാരിച്ചിരിക്കുമ്പോഴൊന്നുമല്ല, തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ചില കാറ്റുകൾ ചില പടകിൻ്റെ നേരെ അടിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളിരിക്കണം. ഒരു ദൂത് വേഗം ഓടിച്ച് പറഞ്ഞ് ഞാൻ ഈ മെസ്സേജിന് സമാപനം കുറിക്കും. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, കാറ്റ് ശക്തമായി അടിച്ചു. യേശു ഉറങ്ങുന്നു, ശിഷ്യന്മാര് തുഴയുന്നു. യേശു പറഞ്ഞിട്ടാണ് അവർ പടകിൽ കയറിയത്, യേശു പറഞ്ഞിട്ടാണ് അക്കരയ്ക്ക് പോയത്. പക്ഷെ യേശു പറഞ്ഞിട്ട് പ്രതികൂലത്തിന്റെ ചുഴലിക്കാറ്റ് അവരുടെ നേരെ ആഞ്ഞടിച്ചു. അവരുടെ കഴിവ് പോലെ തുഴയാൻ തുടങ്ങി. തുഴഞ്ഞവർ കുഴഞ്ഞതല്ലാതെ അവരക്കരെ പറ്റുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ യേശുവിനെ അവർ ഉണർത്തി. യേശു എഴുന്നേറ്റിട്ട് 2 വാക്ക് പറഞ്ഞു, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകും. 2 വാക്ക് പറഞ്ഞപ്പോൾ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടു. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയില് നിന്റെ ജീവിതത്തിൻ്റെ മേൽ നീ അറിയാതെ അക്കരെ കൊണ്ട് എത്തിക്കാതെ, ലക്ഷ്യത്തിലെത്തിക്കാതെ, മറുകര കാണിക്കാതെ നിന്നെ നടുക്കടലിലിട്ട് വട്ടം കറക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ നീ മറ്റൊന്നും ചെയ്യണ്ട. അതേ പടകിലിരിക്കുന്ന യേശുവിനെ ഒന്ന് ഉണർത്തിയാൽ 1 സെക്കൻഡ് കൊണ്ട് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ നിന്റെ വിഷയമെല്ലാം കൂടെ. ഈ രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നത്തെ ഇന്ന് രാത്രി യേശുവേ
ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് ഹല്ലേലൂയ വിചാരമില്ലയോ എന്ന ഒറ്റ വാക്കിൽ പരിഹരിക്കാനുള്ള വിഷയമേ ഉള്ളൂ. ഏറ്റെടുക്കുന്നവർ മാത്രമാ കരവൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഹല്ലേലൂയ. യേശു കാറ്റിനെ ശാസിച്ചു, കടലടങ്ങി, പടകക്കരെ എത്തിയപ്പോൾ എതിരേൽക്കാൻ വരുന്നത് പൂർണ്ണ നഗ്നനായ ഒരു മനുഷ്യൻ. പൂർണ്ണ നഗ്നനായ ഒരു മനുഷ്യൻ. ഈ ഉലകത്തിൽ മറ്റാര് വിളിക്കുന്നതിനേക്കാൾ വളരെ മാന്യമായ ഭാഷയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അഭിസംബോധന ചെയ്ത ഒരു മനുഷ്യൻ. അവൻ വിളിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമ്മൾ പെന്തിക്കോസുകാർ വിളിക്കുന്ന പോലെ നീയെന്നും ഇടാന്നും അവനെന്നും ഒന്നും അല്ല അവൻ വിളിച്ച്. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞില്ല. നമ്മൾ വിളിക്കുന്നതൊക്കെ കേട്ടാൽ നമ്മുടെ മടിയിലിട്ട പേര് പോലെ ആ ദൈവത്തെ വിളിക്കുന്ന. കർത്താവേ, നിനക്കറിയത്തില്ലയോ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ, നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനല്ലയോ, നിന്റെ വചനം ഇങ്ങനെ പറയുന്നില്ലോ, നിനക്ക് അങ്ങനോട് ചെയ്തു തന്നാൽ എന്നെ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാ കർത്താവ് വരുണ്ട മറുപടിയൊക്കെ തരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, നമുക്കങ്ങ് വിശ്വാസം അങ്ങ് വർദ്ധിച്ചപ്പെടുത്തതിന് പോക്കറ്റ് വെച്ചേക്കുന്ന കർത്താവിനോട് പറയുന്ന പോലെ നീ എന്ന് വിടാന്നു അവനെന്നൊക്കെ വിളിക്കുന്നത് ഇച്ചിരി മാന്യത കാണിക്കുന്നത് വിളിക്കുമ്പോൾ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. സന്തോഷമുണ്ടേ ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നീ വണ്ടിക്കൂലി മുടക്കി തമിഴ്നാട്ടിൽ വരെ പോയി അവരെ ഒരു കൂട്ടായ്മ പങ്കെടുത്താൽ ആ പാവങ്ങൾ ദൈവത്തെ വിളിക്കുന്ന കേൾക്കാം കേട്ടോ. അയ്യോ, എന്തോ ഭക്തിയോടെ വിളിക്കുന്നറിയാമോ? ആണ്ടവരേ, യേശുവപ്പാ എന്നേരെ മറുപടിയാ കേട്ടോ. അല്ല, നമ്മുടെ കൂട്ട് അവനൊന്നും നീയൊന്നും അല്ല വിളിക്കുന്നത്. പോട്ടെ, നിങ്ങൾക്ക് കിട്ടിയതുപോലെ വിളിക്കുക, ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ വിളിച്ചത് എന്താണ്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നവോ. അങ്ങനെയാണെങ്കിൽ അവനൊരു സമയമുണ്ട്. ഈ വന്നേക്കുന്ന മനുഷ്യൻ മാന്യമായൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, മാന്യമായ ഒരു കുടുംബത്തിലെ ചെറുപ്പം. അവൻ അപ്പനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അനിയനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, എല്ലാം ഉള്ളവനാണെങ്കിലും നമ്മളൊക്കെ പോകാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിർബന്ധത്താൽ വെള്ള പൊറിഞ്ഞ് നമ്മളെ ഒളിവിക്കൊണ്ട് വെക്കുന്നതുമായ സ്ഥലമാണ് ശവക്കുഴി. ഒരല്ലേ പറഞ്ഞ് നമുക്കാർക്കും ശവക്കുഴി പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ താല്പര്യമില്ലാലും പിള്ളേർ കൊണ്ട് വെക്കും, അത് വേറെ കാര്യം. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു പോലും ചെല്ലാൻ മടിക്കുന്ന ഒരിടത്ത് ജീവനുള്ള ഒരുത്തൻ സമയത്തിന് മുമ്പേ പോയി കിടക്കുക. ഭാവിയുള്ള വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒരു ചെറുക്കനെ ആ ദൈവിക പദ്ധതിയിൽ എത്തും മുമ്പേ പൈശാചിക പാളയം മൊത്തം കൂടെ അങ്ങ് ബൈൻഡ് ചെയ്ത് കേട്ടോ. 1, 2 6000 എണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഇവൻ ആരാന്നറിയാമോ? നമ്മുടെ ഈ ഇവിടുത്തെ ഞങ്ങളുടെ ബഹുമാനായ തോമസ് ഫിലിപ്പ് സാറിന് മാവേലിക്കര ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിൻ്റെ ചാർജേ ഉള്ളൂ. അല്ല ഉള്ളൂ. ബെസ്റ്റ് വേറെ ഇല്ലേ? അതിന് വേറെ DP ഇല്ലേ? ഞങ്ങൾക്ക് റാന്നി ഈസ്റ്റും ബെസ്റ്റും ഉണ്ട്. ഞാൻ ഈസ്റ്റിൻ്റെ ആയിരുന്നു. ഹലോ. ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് കോരശീൻ, കബർന്നഖൂം, മഗധ, കാനാവ്, തിബരിയാസ്, നസറേത്ത്, നയീന്, ബെത്സൈദ, ഗദര, ദക്കപ്പോലി എന്ന് പറയുന്ന 20 പട്ടണങ്ങളാണ്. അതിൽ ദക്കപ്പോലി എന്ന് പറയുന്നത് തന്നെ 20 പട്ടണങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ നല്ലൊരു ഹല്ലേലൂയ പറയുമെന്ന് ഞാൻ വിചാരിച്ചേ. ഈ ഗലീലയിലെ 20 പട്ടണങ്ങളിലെ ദക്കപ്പോലി ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്? 20 പട്ടണം. നമ്മുടെ കോട്ടയം കഴിഞ്ഞാൽ ഉടനെ ചങ്ങനാശ്ശേരി, കഴിഞ്ഞാൽ ഉടനെ തിരുവല്ല, കഴിഞ്ഞാൽ ഉടനെ ചെങ്ങന്നൂര്, കഴിഞ്ഞാൽ ഉടനെ പന്തളം, കഴിഞ്ഞാൽ ഉടനെ അടൂര്, കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കൊട്ടാരക്കര പോകുന്നത് പോലെ ഒരു 10 പട്ടണങ്ങൾ ഉൾപ്പെടുന്നതാണ് ദക്കപ്പോലി. ഈ ചെറുക്കൻ ഭാവിയിൽ ഈ 10 പട്ടണങ്ങളുടെ സെൻട്രൽ പാർസാകേണ്ട ആളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഒരു ഈസ്റ്റ് ഇന്ത്യയോ വെസ്റ്റ് ഇന്ത്യയോ അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തമ്പുരാൻ ഇവനെ കുറിച്ച് വെച്ചതാണ്. ഇവൻ ദക്കപ്പോലി ദേശത്തിന്റെ സുവിശേഷകനാകും. അമ്മ അതറിഞ്ഞില്ല, അപ്പനതറിഞ്ഞില്ല, പെങ്ങളറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞില്ല, പക്ഷെ പിശാച് അറിഞ്ഞു. അവന്റെ പാളയം മൊത്തം കൂടി ഇവനെ പൊതിഞ്ഞു. നമ്മുടെ പിള്ളേർ ചോക്ലേറ്റ് കഴിഞ്ഞ് താഴെ വീണാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ശവന്തീനി കുറുമ്പ് പൊതിയുന്നത് പോലെ, അല്ലെ തേനീച്ചയുടെ അടയില് തേനീച്ചയെല്ലാം കൂടെ പൊതിയുന്ന പോലെ ഈ ഒരു ചെറുപ്പക്കാരന്റെ ദേഹത്തിൽ പിശാച് കയറി അങ്ങ് പൊതിഞ്ഞു. മഗ്നല്ലോ സാധ്യതയുള്ളവനോടാ പോര്.
ഇന്ന് രാത്രി ഈ യോഗം വെച്ചേക്കുന്നത് ഗുണപ്പെട്ടോൻ ഒന്നുകൂടെ ഗുണപ്പെടണം. അപ്പൊ തന്നെ പിശാച് കെട്ടിയ ചിലത് ഈ ദേശത്തുണ്ട് കേട്ടോ. മലയുടെ മറവുകളിൽ ഇരിക്കുന്ന ചില താഴ്വരകളിൽ പതിയിരിക്കുന്ന ചില പിശാച് ബാധിച്ചത് ഈ ശബ്ദപരിധിക്കകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവന്റെ കെട്ടഴിഞ്ഞിട്ട് അവൻ യേശുവിനെ അറിയണം. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമൊന്നടിച്ച് വാ തുറന്ന് ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ ബന്ധിച്ചാൽ മതി കേട്ടോ, ആ ബാക്കി കുടുംബത്തെ മുഴുവൻ കയറില്ലാതെ കെട്ടും. ഇപ്പൊ നമ്മുടെ കോടുകുളഞ്ഞി വന്നിറങ്ങിയിട്ട് ഈ ചെറുക്കൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനായിട്ടൊരു ചെറുക്കനും അവൻ്റെ അപ്പനും ഉപ്പാപ്പനും കൊച്ചപ്പനും എല്ലാം കൂടെ വരിക എന്നിരിക്കട്ടെ. കോടുകുളഞ്ഞിൽ ഇറങ്ങിയിട്ട് നാരങ്ങാക്കട കയറി ഒരു നാരങ്ങ വെള്ളം മേടിച്ചിട്ട് ഇവൻ്റെ വീട്ടിലെ അഡ്രസ്സ് ചോദിച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിലെ പെങ്കൊച്ചിനെ കാണാൻ വന്നാണ്. വഴി അറിയത്തില്ല, ഈ വഴിയോ കണ്ടുപിടിക്കണേ പ്രത്യേകം നോക്കിയാലേ കണ്ടുപിടിക്കാനൊക്കെ ഒത്തുള്ളൂ. ഞങ്ങൾ ഒത്തിരി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവിടെ വന്നേ ഒരല്ലേ പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ വല്ലതുമാണ് താമസിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാ. അപ്പം കടക്കാരോട് ചോദിച്ചു ആ കൊച്ചിൻ്റെ വീട്. ഉടനെ കടക്കാർ പറഞ്ഞു അത് ആ വട്ടം ചെറുക്കൻ്റെ പെങ്ങളല്ലേ. ഹലോ, അവർ ചോദിച്ചു വട്ടോ? പിന്നെ അവൻ തുണി കൊടുത്തിട്ട് കാല അവൻ ശവകുഴി കിടക്കുകയല്ലേ, ചങ്ങലയ്ക്ക് അവനെ ഒതുങ്ങാനൊക്കത്തില്ല. അവൻ ചങ്ങലയിട്ട് ഉരുമി പൊട്ടിക്കും, കല്ലുകൊണ്ട് തന്നെ തടിക്കും. അയ്യോ രാവും പകൽ കിടന്ന് കാറുക. അവനാ ഞങ്ങളുടെ സെമിത്തേരി കിടക്കുന്നേ. വന്ന വണ്ടി അവർ ചോദിച്ചപ്പോഴാണ് തിരിച്ചു വരുന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ വണ്ടി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? വന്ന വണ്ടിയെ കയറി അവരെന്ത് ചെയ്തു? ഒരുത്തനെ കെട്ടിയാൽ മതി, കുടുംബം മുഴുവൻ കെട്ടപ്പെടും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് രാത്രി യോഗം വെച്ചത് ഒരു നല്ല പാട്ട് പാടി നിങ്ങളെ സുഖിപ്പിച്ച് ചില തമാശ ചിരിപ്പിച്ച് വിടാനല്ല. നീ അറിയാതെ നിന്റെ തലമുറയെ കെട്ടിയേക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയണം. മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിച്ച് നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കെതിരെ, തലമുറയുടെ ഭാവിക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ ദുട്ടപ്പിജാതി ഇരുട്ട് പരത്തി കെട്ടിയ ചില കെട്ടുകളെല്ലാം ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവ് അഴിക്കുന്ന രാത്രിയോ. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇനി അനിയൻ ചെറുക്കനെ ഇവരുടെ ഈ കഷ്ടതയും വിഷമവും എല്ലാം കണ്ടിട്ട് ഗൾഫിലുള്ള ഒരാൾ തീരുമാനിച്ചു ഈ ചെറുക്കനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയേക്കാം. അവനിങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവൻ്റെ ചേട്ടന് വട്ടുണ്ട്, ഇവനും വട്ടുണ്ടാകാൻ പറ. അപ്പം അച്ഛൻ ഇപ്പം വലിയ കുഴപ്പമില്ല, ഇവനെ കൊണ്ടുപോയി ഒരു ബാധ്യത വരുന്നതിനെക്കാട്ടും നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ ആയുസ് വട്ട് വരത്തില്ല, പക്ഷെ നാട്ടുകാർ വിധിച്ചേക്കുന്ന അവനും എന്തു വരും? ഇപ്പൊ പെങ്ങളുടെ കല്യാണം മുടങ്ങി, അനിയന്റെ യാത്ര മുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം പിൻപിൽ വ്യാപരിക്കുന്നത് ഈ 6000 ശക്തിയാണ്. അന്നേരം നമ്മൾ വായില് ആ വെള്ളം ഒഴിച്ച് ഊമനെ പോലെ കുത്തിപ്പിടിച്ച് മയിൽക്കുറ്റി പോലെ ഇരുന്ന നീ കെട്ടഴിയത്തില്ല. ഇത് അഴിയണമെങ്കിൽ നീ ആരാധിക്കണം. ചെറിയ കേസല്ല നിന്റെ തലമുറയെ കെട്ടിയേക്കുന്നത്. 6000 അന്ധകാര ശക്തിയാ. അപ്പൊ കർത്താവ് പറഞ്ഞു നിന്നെ വിടുവിച്ചത് അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. ഇന്ന് രാത്രി യോഗം വെച്ചത് ഈ പരിസരത്തുള്ള ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഹല്ലേലൂയ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിട്ട് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രാജ്യത്തിൽ നിന്നെ കൊണ്ടയിരുത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില കുടുംബത്തിന്റെ ഉള്ളറയിൽ നിന്ന് ഇരുട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവന്റെ അമ്മ എന്റെ ചിന്ത ഒന്നിനും ഒരു മുന്നേറ്റമില്ലല്ലോ. പാപി മൊത്തം അന്ധകാരം മറച്ചേക്കുക, ഇരുട്ട് മൂടിക്കിടക്കുക. പക്ഷെ ഈ തള്ള കണ്ണുനീരോടെ കരയുന്നുണ്ടായിരിക്കും. അച്ഛനത് കേട്ടില്ല, പാർസ് അത് കണ്ടില്ല, കമ്മിറ്റി അതറിഞ്ഞില്ല. പക്ഷെ യേശു അക്കരെ അതറിഞ്ഞു. ഇന്ന് രാത്രി ആരും അറിഞ്ഞില്ലേലും നിന്റെ തകർന്ന ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു യേശു ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. അക്കരെ പുരുഷാരമെല്ലാം തിന്ന് പോഷിപ്പിച്ച് തൃപ്തി പ്രാപിച്ച് മിച്ചം പിടിച്ചപ്പോൾ ഈ അമ്മയുടെ കരച്ചിൽ യേശു കണ്ടെങ്കിൽ ഈ 3-ാമത്തെ രാത്രിയിൽ കരയുന്ന ഏതോ മാതാവിന്റെ, പിതാവിന്റെ, സഹോദരന്റെ, സഹോദരിയുടെ കരച്ചിൽ കാണുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. കണ്ണുനീരിന് മറികടക്കാത്ത യേശു ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് മേൽ മറുപടി തരാൻ മതിയായവന്. ഹല്ലേലൂയ. നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നിട്ട് 1 വർഷം കൊണ്ട് പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ വീട്ടിൽ വിട്ട പയ്യൻ, അവൻ്റെ അപ്പൻ പാർസാണ്, പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കെ കൊണ്ടുവന്നു. സ്തോത്രം. അവൻ പറഞ്ഞു ഇങ്ങനെ നിഴല് പോലെ എൻ്റെ മുന്നേ കൂടെ പിശാച് എപ്പോഴും പോവാണെന്ന്.
കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിച്ചത്. 5 വർഷം മക്കളില്ലാതിരുന്ന് ഉണ്ടായതാ. പ്രാർത്ഥിച്ചവർ പൈതലിനെ തന്നാൽ എന്ത് ചെയ്തേക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇരുട്ടിൻ്റെ പ്രത്യേകത ഒന്ന്, നിന്റെ മുൻപിൽ എന്നാന്ന് പിന്നെ കാണത്തില്ല. നിന്റെ ഭാവി എന്നാന്ന് പിന്നെ അറിയത്തില്ല. എല്ലാത്തിനും ഒരു പരിമിതി വെക്കുകയാണ്. പിന്നെ വഴി അറിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി അറിയത്തില്ല, ഒന്നും അറിയാതെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരുത്തൻ്റെ മേൽ കയറിയിട്ട് അവനെ ഈ അസുഖമൊക്കെ ഉണ്ടായതൊരു പക്ഷെങ്കിൽ ഞാൻ നോക്കി, അവൻ്റെ അപ്പന് വട്ട ഇല്ല, അമ്മയ്ക്ക് വട്ട ഇല്ല, പെങ്ങൾക്കും ചേട്ടനും വട്ട ഇല്ല. പക്ഷേ ഇവൻ അസുഖമുണ്ട്. അപ്പം എൻ്റെ ചിന്ത, ഇവനെ ഏതെങ്കിലും നമ്മുടെ കഴിഞ്ഞ ദിവസം നവീൻ എന്ന് പറഞ്ഞ ചെറുക്കനെ വിട്ട കോളേജ് പോലൊരു കോളേജ് വിട്ട് കാണും. എന്തെങ്കിലും കോളേജാണോന്ന് എനിക്കറിയത്തില്ല. ഹലോ. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഇവനെ 3rd ഇയറും 4th ഇയറും 2nd ഇയറും കൂടി റാഗ് ചെയ്ത് കാണും. പാടറാന്ന് പറഞ്ഞ് കാണും. ബന്ധുക്കോസിലെ അന്യഭാഷ പറയടാന്ന് പറഞ്ഞ് അവൻ ഹോളിപ്പോലും അന്യഭാഷ പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ അവിടെ എങ്ങനെ പറയുന്നത്? ഹലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇവനെ പറയാഞ്ഞപ്പോൾ 2 അടിയൊക്കെ കൊടുത്തപ്പോൾ ഇവന് മാനസികമായി വിഭ്രാന്തി ഉണ്ടായി. പാരമ്പര്യ കേസല്ലിത്. സ്തോത്രം. അവൻ കോളേജിൽ നിന്ന് സാറിനോടും പ്രിൻസിപ്പാളിനോടും പറയാതെ ഇറങ്ങി വീട്ടിൽ വന്ന് മുറിക്കകത്ത് കയറി കഥ കടച്ചു. പിന്നെ പല്ല് തേക്കത്തില്ല, ഷേവ് ചെയ്യത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, കുളിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല. അപ്പോൾ ഈ അമ്മ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞ്, പാസ്റ്റർ ചെറുക്കനെ കോളേജിൽ നിന്ന് വന്നു, 2-3 ദിവസമായി മിണ്ടുന്നും പിറിക്കുന്ന ഒന്നുമില്ല, ആഹാരവും കഴിക്കുന്നില്ല, മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഒരു പരുവത്തിരിക്കുക, ദൈവദാസനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പാസ്റ്റർമാമയോട് പറയവേ വേണ്ട. പാസ്റ്റർമാമയോട് പറയെല്ലാവരും കൂടെ, എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഒരല്ലേലിയ പറഞ്ഞേ. പാസ്റ്റർമാമയോട് പറഞ്ഞാൽ ലേഡീസ് മീറ്റിങ്ങിൽ അത് പറയുമെന്നും സഭയെ പാട്ടാകുമെന്നും അറിയാം. അതുകൊണ്ട് ഈ അമ്മാമ്മ പറഞ്ഞ് ദൈവദാസിയോട് എന്ത് ചെയ്യണ്ട, പറയണ്ട, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ പാസ്റ്റർ പതിവില്ലാതെ അമ്മാമ്മയില്ലാതെ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു പോന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കഥ ഒന്ന് തുറക്കാൻ കഥ തുറന്ന് ഇവനെടുത്ത് ആടി ഒറ്റ ഓട്ടമാണ്. ഇവൻ ഓടിപ്പോയ പോക്കിലെ നാട്ടുകാരെല്ലാം അവിടെ പിടിച്ചു. അപ്പോൾ അമ്മാമ്മ അറിയാതെ നാട്ടുകാരറിഞ്ഞു. ഹലോ. ഇത് സഭയെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ വിടുതൽ കിട്ടിയേനെ. ഇത് രഹസ്യത്തിൽ വെച്ചതുകൊണ്ട് പറ്റിയ കുഴപ്പം. ഇവൻ ഇറങ്ങി ഓടി, നാട്ടുകാരറിഞ്ഞ് അവർ പിടിച്ചു കെട്ടി കൊണ്ടുപോയി ആ സെല്ലിനകത്താക്കി അവിടെ കൊണ്ടിട്ട് പൂട്ടി. അവൻ അവിടുന്ന് ഉരുമി പൊട്ടിച്ചിട്ട് അവൻ ചാടി വന്ന് ഈ ശവക്കുഴി കിടക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. എടാ, പ്രാർത്ഥിക്കുന്ന ഒരു കേസ് നിനക്കുണ്ടായ നീ ആ വിഷയം പൊതുസഭയെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖം വന്നെങ്കിൽ പനിയാന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട്. സ്വോത്രം പറഞ്ഞാൽ എന്തെല്ലാം തട്ടിപ്പാ നടക്കുന്നതെന്നറിയാം. ഇവനുണ്ടായേക്കുന്ന ഹാർട്ടിന് 3 ബ്ലോക്കാണ്. ഞങ്ങളോട് പറഞ്ഞ ചെറിയ അച്ഛന് ചെറിയ പനിയാണ്. ബാസു പറഞ്ഞു, കർത്താവേ ദേവദാസന്റെ പനി പോട്ടെന്ന് പറഞ്ഞു. പനി പോകുമോ? അറ്റാക്ക് പോകുമോ? സ്വോത്രം. രാത്രി ഞെട്ടി ചത്ത് കഴിയുമ്പോൾ പറയും, അച്ഛനെ അറ്റാക്കായിരുന്നു, പാസ്റ്ററോട് പറയാൻ വിട്ട്. അങ്ങനെ നീ ഒളിച്ചു വെക്കണ്ട, നീ ഉള്ള കാര്യം അങ്ങ് പറ. ചെറുക്കന് വട്ടാണെങ്കിൽ വട്ടാന്ന് പറ, മാനസിക വിഭ്രാന്തിയാണെങ്കിൽ വിഭ്രാന്തി എന്ന് പറ. എന്നോ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ കൃപ ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ കൈ വെച്ചാൽ ആ കെട്ടഴി. നല്ല സ്വോത്രം പറയും. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാന്ന് എനിക്കും അറിയത്തില്ല സൈവം പാസ്റ്ററെ. എങ്കിലും നീ മറച്ചു വെക്കാതെ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. പക്ഷേ ഈ അമ്മ കണ്ണുനീരോടെ കരയുമ്പോൾ യേശു അത് കണ്ട് പറഞ്ഞ് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. യേശു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് ശിഷ്യന്മാർക്ക് മനസ്സിലായി, പക്ഷെ അവൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ അറിഞ്ഞു എൻ്റെ കെട്ടടിക്കാൻ ഒരുത്തൻ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വരാതിരിക്കാൻ, ഇക്കരെ വരാതിരിക്കാൻ ഉള്ള സകല പരിപാടി അവൻ കടലിൽ കാണിച്ചു. കേട്ടോ, നല്ല സ്തോത്രം പറയണമേ. കടൽ ഇളക്കിയത് അവനാ, കാറ്റടിപ്പിച്ചത് അവനാ, പടക് ഉലച്ചത് അവനാ, തിര ഇളക്കിയത് അവനാ. ഇന്ന് രാത്രി നീ സാഹസിക്കേണ്ടത് മറഞ്ഞു നിന്ന് പോരാടുന്ന, നിന്റെ ദൃശ്യ നേത്രങ്ങൾക്ക് വെളിപ്പെടാതെ മറഞ്ഞു നിന്ന് പോരാടുന്ന ചില ശക്തികളെ ആത്മാവി കണ്ടിട്ട് അതിനെ സാഹസിക്കാൻ ദൈവസഭ കരുത്ത് പ്രാപിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. അതാ ഗലീലയുടെ പ്രത്യേകത. പക്ഷെ ഇവന്റെ കുടുംബത്തിന് ഇരുട്ട് ബാധിച്ചു. യേശു കരയ്ക്ക് ചെല്ലുമ്പോഴേ ഇവൻ ഓടി വന്നിട്ട് പറയാണ്, സമയത്തിന് മുമ്പേ, ഏതാ സമയം എന്നറിയാമോ? 2000 പന്നികൾ ഒന്നിച്ച് ഇവനിലെ 6000 ഭൂതം കയറിയിട്ട് കിഴക്കാൻ തൂക്കായി ചെന്ന് ഈ ഗലീലക്കടലിൽ മുങ്ങി ചത്തില്ലേ? ആ ടൈം ഇവൻ മുങ്ങിച്ചാകേണ്ട സമയമാണ്. രാവിലത്തെ ഭിത്തിയാൽ ഇവന്റെ പട ഒട്ടിക്കേണ്ടതാ. നിങ്ങൾ എന്നോട് ഉണ്ടോ? വെളുപ്പിനെ ഇതുപോലൊരു പന്തൽ ഇവന്റെ വീടിന്റെ മുറ്റത്തിടേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ അതിന് പിശാച് കുറിച്ചൊരു സമയത്തിന് മുമ്പാണ് യേശു ചെന്നേക്കുന്നത്. യോഗം വെച്ചതും ചില സമയങ്ങൾക്ക് മുമ്പാന്ന് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ വിലാപത്തിന്റെ പാട്ട് പാടും മുമ്പേ, നിന്നെ കൊണ്ട് ഉടുപ്പിക്കും മുമ്പേ, അല്ലെ അലറി കരയും മുമ്പേ സ്വർഗമൊരുക്കിയ പദ്ധതിയാ ഇവിടെ യോഗം വെച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്, ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബത്തിലെ ചില അനർത്ഥങ്ങൾ വഴിമാറി പോകുന്നത് ഞാൻ ദൈവാത്മാവി ദർശിക്കുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ഓ റബലമനബശ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മിണ്ടരുതെന്ന് ഇവനോട് യേശു കൽപ്പിച്ചിരുന്നു എന്ന് എഴുതിയേക്കുന്നത്. എവിടെ വെച്ച്? എവിടെ വെച്ച്? പടകയെന്ന് എഴുന്നേറ്റ് കാറ്റേ അടങ്ങ് എന്ന് പറഞ്ഞത് ഇവനോട് പറഞ്ഞതാ. നമ്മൾ കണ്ടത് കാറ്റാ, പക്ഷെ മറിഞ്ഞു എന്ന് കാറ്റടിപ്പിച്ചത് ഇവനാ. പടകയെന്ന് എഴുന്നേറ്റ് അടങ്ങാൻ പറഞ്ഞത് കർത്താവ് ഈ കാറ്റിനോടാ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. അതവിടെ എഴുതിയേക്കുന്നു. യേശു മുന്നവേ അവനോട് മിണ്ടരുതെന്ന് കൽപ്പിച്ചിട്ട് ഇന്ന് രാത്രിയിൽ അലറുന്ന ചില വ്യാപാരങ്ങളെ, ചീറിയെടുക്കുന്ന ചില പോരുകളെ, അനർത്ഥം വിതയ്ക്കാൻ കൊതിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ കർത്താവിന്റെ ആജ്ഞയാൽ ആ പോരിനെ ശാസിച്ചിട്ട് നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ഒരു വിടുതൽ പകരുവാൻ യേശു മതിയായവനാ. ഈ അക്കരയിൽ ഇവൻ നിൽക്കുന്നെങ്കിലും ഇക്കരയിലെ വിടുതലിനും അവൻ തടസ്സം. അതിനാണ് ഇക്കരെ രണ്ട് വിടുതൽ പകരും മുമ്പേ അക്കരയ്ക്ക് പോയി ഇവന്റെ പോരഴിച്ചത്. സ്തോത്രം. ഇവന്റെ മേലുള്ള പോരിനെ യേശു സാഹസിച്ചു. ഇവന് സുബോധം വന്നു. എന്തോ വന്നു? എല്ലാവരും പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി പിള്ളേർ പേർഷ്യയിലും അമേരിക്കയിലും പോകാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോകാൻ ഒക്കുമ്പോൾ പോകട്ടെ. ഇനി അവർക്ക് PR കിട്ടാനും ഇന്റേൺഷിപ്പ് പാസ്സാകാനും പ്രാർത്ഥനയും കുഴപ്പമില്ല, ദൈവം ഒരുക്കുകയാണ്, അത് കിട്ടിക്കോളൂ. ഇതൊന്നും കിട്ടിയില്ലേ എൻ്റെ കുഞ്ഞിന് സുബോധം വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധനയ്ക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള സുബോധം എൻ്റെ കൊച്ചിന് കൊടുക്കണമെന്ന് എല്ലാവരും എന്ത് ചെയ്യണം? പലതിൻ്റെ സുബോധം പോയിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ട് ഈ വല്ലാത്ത തലമുറയിൽ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥന, കർത്താവേ എൻ്റെ കുഞ്ഞിനെ സത്യദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റാനുള്ള സുബോധം അവന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെങ്കിൽ സുബോധം പോയാൽ നിന്റെ തലമുറ എത്ര മിടുക്കനായാലും പന്നിക്കൂട്ടി വരെ ചെല്ലും. സ്വോത്രമാരും പറഞ്ഞില്ല. അയ്യോ, മാന്യനായ അപ്പൻ്റെ കൂടെ ജീവിച്ച രണ്ട് പിള്ളേരല്ലേ, ആ വീട്ടിലെ എല്ലാ കാര്യവും നോക്കി ഇങ്ങനെ നിൽക്കുക. മൂത്ത ഇറങ്ങാൻ കണ്ടെത്തി പോകും അപ്പൻ്റെ കൂടെ, റബ്ബർ തോട്ടത്തിൽ പോകും അപ്പൻ്റെ കൂടെ, എല്ലാത്തിനും കൂടെയുണ്ട്. പക്ഷേ ഇളയവൻ അങ്ങനൊന്നും പോകത്തില്ല. അവൻ കഴിയുമെങ്കിൽ മൊബൈലിൽ നോക്കി, ലാപ്ടോപ്പ് നോക്കി, ഇൻ്റർനെറ്റ് നോക്കിയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക. അവനൊരു ദിവസം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും പറ്റത്തില്ല, ഞാൻ അല്പം സ്വാതന്ത്ര്യമൊക്കെ വേണം, എനിക്ക് തരാനുള്ളത് ഞാൻ തന്നേക്കാൻ പറഞ്ഞു. അപ്പന് ചോദ്യം നല്ലതായതുകൊണ്ട് അവനും കൊടുത്തും ചോദിക്കാത്തവനും കിട്ടി. ഇവിടെ അല്ലെങ്കിൽ പറഞ്ഞേ രണ്ടുപേർക്കും ഭാഗിച്ചു കൊടുത്തത് മാന്യനായ അപ്പനായതുകൊണ്ട് പിള്ളേർക്ക് വിറ്റ് പറക്കി പോകാമെന്നല്ല എഴുതി കൊടുത്ത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പോൾ എഴുതി കൊടുക്കുന്നതിന് അതൊരു കുഴപ്പമുണ്ട്. മേലാദായം അമ്മയ്ക്ക്, തേങ്ങ, മാങ്ങ, പാക്ക് എന്ന് വേണ്ട ഏത്തക്കൊല, മാടക്കൊല, മേലാദായം എല്ലാവർക്ക് അമ്മയ്ക്ക്, കീഴാദായം അപ്പന്. ഒട്ടുപാല, ഷീറ്റ്, റബ്ബർ കീഴാദായമല്ല. ഹലോ, പിന്നെ ഇവൻ ഈ മണ്ണ് കിട്ടി എണ്ണ എടുക്കാനാണ്. ഇനി ആധാരം എഴുതിയേക്കുന്ന ഒപ്പിച്ചെഴുതിയേക്കാണ് ഇവൻ്റെ കാലശേഷം അതല്ലേ എനിക്കായിരിക്കും. ആയുസ് വിൽക്കാനൊക്കെയോ പണയം വെക്കാനൊക്കെയോ കൊച്ചിനെ അതുകൂടെ ലോൺ എടുക്കാനൊക്കെയോ കിട്ടിയത് മിച്ചം. ഹലോ, പക്ഷേ ഈ അപ്പൻ അങ്ങനെ ഒന്നുമല്ല. എഴുതി കൊടുത്തപ്പം ഡീസൻ്റായിട്ട് എഴുതി കൊടുത്തത് മാത്രമല്ല ആധാരം എഴുതി പേര് കൂട്ടി കരം തീർത്ത് രസീത് കൊണ്ട് കൊച്ചൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നീ വിൽക്കുവോ താമസിക്കുവോ എന്തുകൊണ്ട് ചെയ്തോളാം. അവൻ ഇതിനെ വിറ്റ് പറക്കി കാശാക്കി അവൻ ദൂരദേശത്ത് പോയി. സ്തോത്രം. എല്ലാം നാനാവിധമാക്കി. ഞാൻ അവിടെ നിൽക്കുന്നില്ല. എല്ലാം നാനാവിധമാക്കി ഒടുവിൽ എവിടെ ചെന്നെത്തി? അപ്പൻ്റെ സന്നിധി അകലുമ്പോൾ ഓർത്തോണം, ഇന്നല്ലെങ്കിൽ നാളെ പന്നിക്കൂട്ടി ചെല്ലും. അതുകൊണ്ട് നീ കഴിവുള്ളിടത്തോളം അപ്പനോട് ചേർന്ന് നിന്നോണം. ഒരല്ലേ പറഞ്ഞേ, അല്ലേ ഒക്കുമ്പോഴൊക്കെ അപ്പാന്ന് ചങ്ക് പൊട്ടി ഒന്ന് വിളിച്ചോണം കേട്ടോ. അല്ലേ ലുയ്യ. അങ്ങനെ വിളിച്ച് അപ്പനോട് ഇങ്ങനെ പറ്റി നിൽക്കാമെങ്കിൽ അപ്പൻ പറയും, അവൻ എന്നോട് പറ്റി നിൽക്കുക, അതുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, അതുകൊണ്ട് ഞാൻ അവനെ ഉയർത്തും. നീ അകന്നകന്ന് പോകുന്തോറും ചെല്ലുന്നത് പന്നിക്കൂട്ടിലോട്ട്. ഒരല്ലേ പറഞ്ഞാട്ടെ. അല്ലേ ലുയ്യ. പിന്നെ കൃപയാൽ ആ വാക്യം സന്തോഷമുള്ളത് അവിടെ വെച്ച് അവൻ എന്തോ ഉണ്ടായി. ഒരല്ലേ പറഞ്ഞേ. സുബോധം വന്നപ്പോൾ അപ്പൻ്റെ വീടിനെ കുറിച്ച് അവന് ഓർമ്മയുണ്ടായി. പിള്ളേർക്ക് അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്ന സുബോധം. ഞാൻ തിരിച്ചു വരട്ടെ പ്രിയമുള്ളവരെ. ഇവന് സുബോധം വന്നപ്പോൾ ആദ്യം പോയി ശവക്കോട്ടയുടെ മണ്ടയ്ക്ക് ചുരുങ്ങി വെച്ചിരുന്നതായ മുണ്ട് ഉടുപ്പ് എടുത്ത് എന്ത് ചെയ്തു? ഇട്ടു. ഒരല്ലേ പറഞ്ഞേ.
ഒരുത്തന് സുബോധം വന്നതിൻ്റെ ലക്ഷണമാണ് യോഗ്യമായ വസ്ത്രം ധരിക്കുന്നത്. 6000 എണ്ണം ഉണ്ടെങ്കിൽ 100 ബന്ധം തുണിയില്ലെന്ന് അർത്ഥം. നിങ്ങൾ നോക്കിയാൽ മതി, തുണിയുടെ അളവ് നോക്കി എത്ര എണ്ണം വെച്ചുണ്ടെന്നുള്ളത്. ഒരല്ലേ പറഞ്ഞ് ഇതിൻ്റെ നീളവും വീതിയും മണ്ണവും കുറയുന്നതനുസരിച്ച് ഓർത്തോണം ഭൂതമകത്ത് കയറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല, കൈ ഉയർത്തൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. 6000 ആണെങ്കിൽ കംപ്ലീറ്റ് എന്ത് കാണത്തില്ല? പറ. മിണ്ടുന്നില്ല. അയ്യോ, കല്യാണമൊക്കെ നടന്ന് ഞങ്ങളുടെ കഷ്ടകാലം. ചിലതൊക്കെ വന്ന് സ്റ്റേജിലോട്ട് കയറുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ചെയ്യാനൊക്കും, നടത്താനൊക്കുമോ, നടത്താതിരിക്കാനൊക്കുമോ? സഭയിലെ മുഴുത്ത പുള്ള കൊച്ച. പിന്നെ ഈ നഗ്നതയെല്ലാം കണ്ട് ഞങ്ങളങ്ങ് നടത്തി കൊടുക്കുക. ഞങ്ങളുടെ ഗതികേടെ ദേവദാസന്മാർ ഇതൊക്കെ പറയണം കേട്ടോ. യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്റ്റേജിൽ വരാൻ പറയണം. ഈ നടത്താൻ വരുന്ന ആളുടെ പ്രായമെങ്കിലും ഒന്ന് മാനിക്കാൻ പറയണം. ഹലോ, സന്തോഷമുണ്ട്, ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഈ ഭൂതം കയറിയാൽ വസ്ത്രം ധരിക്കത്തില്ല. സ്തോത്രം. 6000 ആണെങ്കിൽ കംപ്ലീറ്റ് പോകും. പിന്നെ നീളം നോക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് അളവെടുത്താൽ മതി എത്ര പേര് വെച്ച് കയറിയിട്ടുണ്ടെന്നുള്ളത്. പോട്ടെ, നമ്മുടെ വിഷയം. ഇവനോട് വസ്ത്രം ധരിക്കാൻ യേശു പറഞ്ഞില്ല. പറഞ്ഞോ? സുബോധം വന്ന് പിശാച് ഇറങ്ങിപ്പോയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? വസ്ത്രം ധരിച്ചിട്ട് ഓടി വന്ന് കർത്താവിൻ്റെ കൂടെ പടകെ കയറി. സ്തോത്രം. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് അച്ഛനും അമ്മയും കൂടെ വരുവാണെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ പുരാതനമായ മറ്റേ കുടുംബക്കാരാണ്, ഞങ്ങളുടെ അപ്പനെയും വല്യപ്പനെയും അവിടെ അടക്കിയേക്കുന്നത്, അവിടെ ഞങ്ങളും അവിടെ പോത്തൊന്നും ചെറുക്കം പറഞ്ഞില്ല. വിടുതൽ പ്രാപിച്ച പിന്നെ യേശുവിൻ്റെ കൂടെ. ഒരല്ലേ പറഞ്ഞേ, അവൻ അപ്പൻ്റെയും അമ്മയുടെയും മനുഷ്യരുടെ ഒന്നും അനുവാദം ചോദിക്കാതെ നേരെ വന്ന് ഇവിടെ കയറി യേശുവിൻ്റെ പടയിൽ കയറി. എൻ്റെ കുഞ്ഞെ, വിടുതൽ പ്രാപിച്ചാൽ നീ കർത്താവിൻ്റെ കൂടെ കയറിക്കോണം കേട്ടോ. ഹല്ലേലൂയ. പാരമ്പര്യം നോക്കി നിൽക്കരുത്. അവൻ നേരെ വന്ന് പടയിൽ കയറി. അവനെ യേശു പറഞ്ഞു, മോനെ എഴുന്നേറ്റേ. അവൻ എഴുന്നേറ്റു. നീ നേരെ വീട്ടിൽ ചെല്ലേ. എടാ, നിന്റെ അമ്മ കഞ്ഞി കുടിച്ചിട്ട് കുറേ കാലമായി, നിന്റെ അപ്പൻ സമാധാനത്തോടെ കിടന്നിട്ട് കുറേ കാലമായി, വേഗം വീട്ടിൽ ചെന്ന് നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി. അല്ലേ പറഞ്ഞു. അവന് BTH പഠിച്ചില്ല, CTH പഠിച്ചില്ല, MDH പഠിച്ചില്ല, MDU പഠിച്ചില്ല, ഡോക്ടറായില്ല. അവൻ ആകെ അറിയാം യേശു എന്നെ. അത്രയും പറഞ്ഞേ ഉള്ളൂ. 10 പഠനം രക്ഷിക്കപ്പെട്ടു. നീ ഒത്തിരി തിയോളജി ഇറക്കാതെ, ഈ ഹീബ്രുവും ഗ്രീക്കും സാധാരണക്കാരന് മനസ്സിലാകാത്തവിടെ പറഞ്ഞ് അവനെ വരുട്ടാതെ നീ സാക്ഷ്യം പറ. ഞാൻ പാപിയായിരുന്നു, രോഗിയായിരുന്നു, പിശാച് ബാധിച്ചവനായിരുന്നു, 6000 എണ്ണമായിരുന്നു. കൃപയാൽ യേശു എന്നെ കണ്ടെത്തി, യേശു എന്നെ സൗഖ്യമാക്കി, ഞാൻ സുബോധമുള്ളൊരു മനുഷ്യനായെന്ന് നീ പറയുമ്പോൾ ജനം അങ്ങ് വിടുവിക്കപ്പെട്ടോളും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതൊക്കെ എൻ്റെ അനുഭവം കൂടെ ഒക്കെയാ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിച്ച ഒരാളാ ഞാനും കേട്ടോ. 24 വയസ്സുള്ളപ്പോൾ 84-ൽ ഈ യേശു തേടി വന്ന് എന്നെ കണ്ടെത്തിയതാ. അന്ന് തുടങ്ങി 44 വർഷമായി യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിക്കുക. അവരല്ലേ പറഞ്ഞേ, എനിക്ക് മിന്നലും പുറകിലും വലിയ ഡിഗ്രി ഒന്നുമില്ല, പക്ഷെ എനിക്കൊരു സാക്ഷ്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നോക്കുന്നത് ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ നിന്നിൽ കൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ഒന്ന് ആഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് തകർന്ന കുടുംബങ്ങളെ കെട്ടഴിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പൊ നമ്മൾ വായിച്ച് അക്കരയ്ക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു, അക്കരെ എത്തിക്കത്തിന് പിശാച് വാദിച്ചു. പക്ഷെ അവൻ അക്കരെ എത്തി. ഒരല്ലേ പറഞ്ഞേ, അക്കരെ എത്തിയവനെ ഇക്കരെ എത്തിക്കത്തിന് പിശാച് വാദിച്ചു. അവൻ ഇക്കരെ എത്തി. പോയത് കർത്താവാണെങ്കിൽ, കൽപ്പിച്ചത് കർത്താവാണെങ്കിൽ അക്കരയും എത്തിക്കും ഇക്കരയും എത്തിക്കും. ഇന്ന് രാത്രി രണ്ടറ്റവും കാണാൻ കഴിയാതെ തകർന്ന് നിന്നോട് ദൈവാത്മാവ് ദൂത് പറയാണ്. ദൈവമാണ് നിന്നെ അക്കരയ്ക്ക് അയച്ചതെങ്കിൽ നിന്നെ ഇക്കരെ കൊണ്ടെത്തിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചവൻ ഇക്കരയ്ക്ക് വന്നു. സ്തോത്രം. ഈ ഇവൻ്റെ ദേഹത്ത് കയറിയ പിശാച് ഒന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കൈയും കാലും ഒന്നും ഇല്ലെന്നുള്ളത് നിനക്കറിയാം. ഭൂതങ്ങൾക്ക് കൈയും കാലും ഒന്നും ഇല്ല. എല്ലാവരും പറഞ്ഞ്, ഭൂതങ്ങൾക്ക് കയറി നടക്കണേ ഒന്നിൽ ഒരു 2 മൃഗത്തെ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു 4 മൃഗത്തെ കിട്ടണം. ഹലോ. ഇത്രയും നാൾ ഇവന് ഈ 2 മൃഗമായി ഇവൻ്റെ മണ്ടയ്ക്കായിരുന്നു. എന്നേരമാണ് അമ്മയുടെ കഴുത്തറക്കുന്നത്, തലയും കൊണ്ട് സ്റ്റേഷനിൽ ചെല്ലുന്നത്. എന്നിട്ടാണ് വല്യപ്പനെയും വല്യമ്മയും പെങ്ങളെയും പേരപ്പനെയും കൂടെ കൊന്നേച്ച് കൈ കഴിയും വെച്ച് ചായക്കടയിൽ പോയി പൊറോട്ട നിന്ന് വെച്ച് സ്റ്റേഷനിൽ ചെല്ലുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്തോ ധൈര്യം. അപ്പനെയും വല്യപ്പനെയും വല്യമ്മയും കൊന്നേച്ച് പൊറോട്ട കഴിക്കാൻ പോകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങൾക്ക് കയറി പോകണമെങ്കിൽ ഒരു വാഹനം വേണം. ഇവർ പോകണമെങ്കിൽ ഒന്നുകിൽ ഒരു പുലി വേണം, ചിലത് പുലിയുടെ പുറത്ത് ഇറങ്ങത്തേ ഇല്ല, അല്ലെങ്കിൽ ഒരു പോത്തിനെ വേണം,
ഇല്ലെങ്കിൽ ഒരു പശുവിനെ വേണം. അവൻ പശുവിനെ ചാരി നിന്നാലേ അവന് പാട്ട് വരത്തുള്ളൂ. ഹലോ, ചിലത് കാളയുടെ പുറത്തേ പോകത്തുള്ളൂ, ചിലത് പാമ്പിൻ്റെ മണ്ടയ്ക്ക്, ഏതെങ്കിലും ഒന്നിൻ്റെ മണ്ടയ്ക്ക് കയറി ഇവന് സഞ്ചരിക്കാനൊക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, ഈ പന്നിക്കുടത്തിൽ കയറാൻ എനിക്ക് അനുവാദം. കർത്താവ് പറഞ്ഞു, പോയി കയറിക്കോളാൻ പറഞ്ഞു. പന്നിക്കകത്തോടെ ഒരു പന്നി കിടക്കാൻ കൂക്ക് പോയി മുങ്ങിച്ചത്തു. ഹല്ലേലൂയ. നാട്ടുകാർ പറഞ്ഞു, ഇനി ഇവിടെ ശുശ്രൂഷ വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. വിടുതലില്ലെങ്കിൽ നമുക്ക് 10 വർഷം ഈ സഭയിലിരിക്കാം, വിടുതലുണ്ടെങ്കിൽ നാട്ടുകാർ ഓടിച്ചോളും. ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കുടുംബങ്ങളുടെ കെട്ടഴിക്കുന്നവനാണ് നാട്ടിൽ വന്നതെന്ന് ബോധ്യപ്പെട്ടാൽ സഭക്കാർ വിട്ടില്ലേ, നാട്ടുകാർ വിടും. ഹല്ലേലൂയ. അവർ പറഞ്ഞു, കർത്താവേ ശുശ്രൂഷ മതി, അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. യേശു നേരെ കയറി അക്കരയ്ക്ക് ചെന്നു. അക്കരെ ചെന്നപ്പോൾ പള്ളിപ്രമാണി ഓടി വരിക. അല്ലെങ്കിൽ പള്ളിപ്രമാണിയുടെ പ്രത്യേകതയുണ്ട്. പള്ളിപ്രമാണിയാകണമെങ്കിൽ 12 ഗോത്രക്കാരും കൂടി 12 ഗോത്രത്തിലെ ഏറ്റവും യോഗ്യനായവനെ, ന്യായപ്രമാണം നന്നായി പഠിച്ചവന്, തലനാരിഴ കീറി പഠിച്ചവന്, ഹല്ലേലൂയ, അതിനകത്ത് ബിരുദമെടുത്തവന്, പസാരം കൊടുക്കുന്നവന്, ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുന്നവന്, ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നവന്, അങ്ങനെയൊക്കെയുള്ള യോഗ്യതയുള്ളവനെ ആണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന് നെറ്റിക്ക് BBS പിള്ളേർ റാലിക്ക് പോകുമ്പോൾ തലയെ കെട്ടുന്നത് പോലെ, ഇവന്റെ തലയിൽ ഒരു കിരീടമുണ്ട്, അതിൽ എഴുതിയേക്കുന്നത് പള്ളിപ്രമാണി, അകത്തും പുറത്തും എഴുത്ത. അപ്പം നാട്ടുകാർ കാണുമ്പോൾ മനസ്സിലാൻ വരുന്ന ആരാണ്? പള്ളിപ്രമാണിയാണ്. ഇവനെ കാണുമ്പോൾ എല്ലാവരും നമസ്കരിച്ചോണം. എല്ലാവരും, ഇവൻ ആരെയും തിരിച്ചു നമസ്കരിക്കാൻ പാടില്ല. സ്തോത്രം. ഇവനിങ്ങനെ ഞെളിഞ്ഞു പോകണം, ഈ കിരീടം വെച്ചോണ്ട് നാട്ടുകാർ ഇവനെ എന്ത് ചെയ്തോണം? നമസ്കരിച്ചോണം. നിങ്ങളുടെ അല്ലല്ലേ പറഞ്ഞേ? ഇവൻ താമസിച്ച് 10:15 വന്നാൽ ഇവൻ്റെ കസാറ ആരും ഇരിക്കത്തില്ല. പള്ളി മുഖ്യാസന ഇവൻ്റെ കസാരയുണ്ട്, പള്ളിപ്രമാണിയുടെ കസാറ ബോർഡ് വെച്ചേക്കുക. ആ കസാറയെ പുരോഹിതൻ പോലും കയറി ഇരിക്കത്തില്ല. അങ്ങാടിയിൽ ഇവന് വന്ദനമുണ്ട്. എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങാടി വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഇവനുണ്ട്. ഇവൻ ആരാണ്? പള്ളിപ്രമാണിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആരുടെ മുമ്പിൽ വണങ്ങാത്തവന്റെ വീട്ടിൽ പ്രശ്നം വന്നപ്പോൾ തന്നെ വണങ്ങും. ഒരു സ്തോത്രം പറയണം. നഞ്ചു പിരിച്ചു നടന്ന പുള്ളി ഇപ്പോൾ ഒരു തച്ചന്റെ കൊച്ചന്റെ മുന്നേ വന്നിട്ട് മുട്ടുകുത്തി കാലയിലോട്ട് വീണ്ടും ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഏത് മിടുക്കനെയും കുനിയിക്കാൻ എൻ്റെ കർത്താവിന് അറിയാമെന്നേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇവൻ ഓടി വന്ന് കാക്കലോട്ട് വീണ് പറഞ്ഞു, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണം. പൈതല് മരിക്കും മുമ്പേ വരണം. എൻ്റെ ഏകജാതയായ കുഞ്ഞാണ്, 12 വയസ്സാണ്, മാരക രോഗമാണ്, മരിക്കുമ്പോൾ വരണം. കർത്താവ് പറഞ്ഞു, ഓക്കെ പോയേക്കാം. നമ്മുടെ പാർസന്മാരുടെ കൂട്ടുള്ള ഹെഡ് വെയിറ്റ് ഒന്നും കർത്താവിനില്ല. ഒരു അല്ലേലിയ പറഞ്ഞു. നമ്മളെ വിളിച്ചാൽ പറയും, ഡയറി നോക്കട്ടെ, പിന്നെ വിളിക്ക്, ഇപ്പം ഞാൻ മീറ്റിങ്ങില്ല, ഒരു മീറ്റിങ്ങിൽ ചുമ്മാ ഇരിക്കുകയായിരിക്കും. എന്നാലും പറഞ്ഞു, ഇപ്പം ഞാൻ മീറ്റിങ്ങില്ല, ഡയറി നോക്കട്ടെ, പിന്നെ വിളിക്ക്. അപ്പം നമ്മുടെ ഓഗസ്റ്റ് 16 ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് എനിക്ക്. ഒരു മീറ്റിങ്ങില്ല, ചുമ്മാ ഹെഡ് വെയിറ്റ് ഇടുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഈ തലക്കനൊന്നും യേശുവിനില്ല. നമ്മളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ഭാവിക്കണതിന് മീതെ ഭാവിച്ചുയരാത്തവനെ വിളിച്ചാൽ മതി. അന്നേരം കൂടെ പോയി. ഇന്ന് രാത്രി നീ വിളിച്ചാൽ മതി, കൂടെ വരും. നിന്റെ പ്രശ്നം പരിഹരിച്ചേ തിരിച്ചു പോരത്തുള്ളൂ. അല്ലേ പറഞ്ഞേ? നീ ഒറ്റയ്ക്ക് ഈ രാത്രി പോകല്ലേ കേട്ടോ. നീ അവനെ കൊണ്ടേ പോകാവുള്ളൂ. വിളിച്ചാൽ അവൻ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്നും ചോദിക്കത്തില്ല. വിളിക്കുന്നവന്റെ കൂടെ വരുന്ന ഒരു നല്ല കർത്താവ്, എൻ്റെ കർത്താവിനെ പോലെ വേറെ ആരും അങ്ങനെ ഇല്ല. യേശു ഇവന്റെ കൂടെ പോകാൻ തയ്യാറായി. യേശു കൂടെ പോകുമ്പോൾ പുരുഷാരം എല്ലാം കൂടെ പോകുകയാണ്. അപ്പോൾ വേറൊരു വീട്ടിൽ കൊച്ചിനെ കയറില്ലാതെ കെട്ടിയിട്ടേക്കും. ആ കൊച്ചിന് സ്ത്രീകൾക്കുള്ള മുറ വരുന്ന കാലത്ത് ആരംഭിച്ച ആ വിഷയം ഒരു രോഗമായിട്ട് മാറി. എന്ന് ആരംഭിച്ചു അന്ന് മുതൽ ഇപ്പൊ 12 വർഷമായി രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അപ്പൊ അവിടെ ജീവൻ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ രോഗം വന്നാൽ യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ച് അശുദ്ധയ. ആരാണ്? അശുദ്ധയ. കുഷ്ഠരോഗി അശുദ്ധനാണ്, രക്തസ്രാവക്കാരി അശുദ്ധയാണ്. ഇവളൊരു വീട്ടിലുണ്ടെങ്കിൽ അവൾ വേറൊരു പാത്രത്തെ തൊടാൻ പാടില്ല. ഇവർ കുളിക്കുന്ന ബക്കറ്റ് എടുക്കാനോ മക്കെടുക്കാനോ സോപ്പ് എടുക്കാനോ അനുവാദമില്ല. ഇവർ തുറന്ന് തോർത്തെടുക്കാൻ അനുവാദമില്ല. ഇവൾ കഴിക്കുന്ന പാത്രത്തിൽ വേറെ ആരും കഴിക്കാൻ പാടില്ല. അപ്പം നമ്മളെ ഈ അപ്പനും അമ്മയ്ക്കും ഇവളോട് സ്നേഹമാണെങ്കിലും വാതുക്കെ കൊണ്ടുപോയി രാവിലെ 2 ചപ്പാത്തി ഇച്ചിരി സലാഡും എല്ലാം കൂടെ വെച്ചിട്ട് കൊച്ചിനെ അപ്പുറത്തെ മുറിച്ചെന്ന് വിളിച്ച് പറയുന്നത് നിന്റെ വാതുക്കൽ ഇരിപ്പുണ്ട്, വേണം എടുത്ത് തിന്നോളാൻ. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ? കോവിഡ് വന്നപ്പോൾ കഴിച്ചില്ലേ? പിന്നെ കോവിഡ് വന്നപ്പോൾ അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛൻ വാതൊക്കെ വെച്ച് അടുത്ത മുറി പോയി ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ, പട്ടിക്ക് കൊണ്ട് കൊടുക്കുന്ന പട്ടിക്കൂടിൻ്റെ വാതൊക്കെ വെക്കുന്ന പറഞ്ഞ് എടുത്ത് തിന്നില്ലേ? ഒരല്ലേ പറയുന്നേ. പിന്നെ അങ്ങനെ അവർ അന്ന് ചെയ്തെന്ന് നമ്മൾ ഈ കോവിഡിന് ചെയ്ത പരിപാടി അന്ന് അവള്
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ല സ്തോത്രം പറയണം കേട്ടോ. ഹല്ലേലൂയ. പിന്നെ കരളെ ചങ്കെ പൊന്നെന്നൊക്കെ വിളിക്കുന്ന പുള്ളി വാതൊക്കെ വെച്ച് അടുത്ത മുറി ചെന്ന് മാസ്കും കെട്ടി ആ വെച്ച കൈ കൊണ്ട് 3 പ്രാവശ്യം സാനിറ്റൈസർ കഴുകിയിട്ടാണ് വിളിച്ചു പറഞ്ഞത്, വാതിക്കലുണ്ട് വേണേ എടുത്ത് കഴിച്ചോളാം. ഒരു ഹല്ലേലൂയ പറഞ്ഞത്. അപ്പം അങ്ങനെ വെക്കുന്ന കൊച്ചിനെ സൗഖ്യമാക്കേണ്ട സമയമായി. പക്ഷെങ്കിൽ ഈ വഴി കൂടെ യേശു വരണമെങ്കിൽ മുഴുത്തോൻ്റെ വീട്ടിലെ കൊച്ചിന് അസുഖം വരണം. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ റൂട്ടിൽ കൂടെ കർത്താവ് അല്ല, ഈ വഴി കൂടെ ഒക്കെ ആരാച്ച വരുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വഴി കൂടെ ആരും വരത്തിലും വരാനുള്ള പദ്ധതി ദൈവം ഒരുക്കുമെന്ന്. അതിൻ്റെ അപ്പുറത്താ പള്ളിപ്രമാണി താമസിക്കുന്നത്. പള്ളിപ്രമാണ വീട്ടിൽ കൂടെ വരണമെങ്കിൽ ഇതിലേ വന്നേ ഒക്കത്തുള്ളൂ. നിന്റെ റൂട്ടിൽ വരാൻ പദ്ധതി ദൈവം ഒരുക്കും. ഇതിനകത്ത് നല്ല സന്തോഷമുള്ളവര് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരിക്കലും വിടുതൽ വരാത്ത മണ്ഡലമാണെങ്കിലും ആ വഴി വരാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി കേട്ടോ. പള്ളിപ്രമാണിയുടെ കൊച്ചിന് അസുഖം. യേശു ആ പടിക്കൂടെ വരുമ്പോൾ ഈ കൊച്ച് നിയമം പറഞ്ഞിരിക്കുകയാണ്, അകത്ത് കിടന്നോണം, പാളയത്തിനകത്ത് വരരുത്, പുരുഷാരത്തിനിടെ കയറരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവള് തിരക്കിയപ്പോൾ ആരാവാരം വരുന്നവരെല്ലാം കൂടെ നസ്രയനായ യേശു വരുന്നു, നസ്രയനായ യേശു വരുന്നു, ദാവീദ് പുത്രൻ വരുന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുന്നത്. ഇവളൊന്ന് നോക്കിയപ്പോൾ അതെ ഹല്ലേലൂയ, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതങ്ങളുടെ കർത്താവ് അവിടെ പടിക്ക് കൂടെ വരുന്നു. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ഇതെന്റെ അവസരമാണ്, ഇതെന്റെ സമയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നും ഒത്തുവരത്തില്ല കേട്ടോ. ഒത്തുവരുമ്പോ ചാടി ഇറങ്ങിക്കോണം. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അവസരം ഒത്തുകിട്ടിയാൽ നീ മടിച്ചിരിക്കാതെ ചാടി ഇറങ്ങണം. അവൾ ആ ബന്ധനം വിട്ടിട്ട് അപ്പന്റെ അനുവാദം ചോദിക്കാതെ, അമ്മയുടെ പെർമിഷൻ മേടിക്കാതെ ചാടി ഇറങ്ങി പുരുഷാരത്തിനിടെ കയറി നുഴഞ്ഞേഴഞ്ഞകത്തൂടെ ചെന്നിട്ട് ആ വസ്ത്രത്തിന്റെ അക്കരത്തിൽ ഒന്ന് തൊട്ടു. എന്തിനാ ഒത്തിരി? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നു. മരിക്കുന്നതിന് മുമ്പുള്ള പോക്ക. എന്റെ കൊച്ചു മരിക്കുന്നതിന് മുമ്പേ വരണമെന്ന് പറഞ്ഞതിന് പോകാം. ഭയങ്കര സ്പീഡുള്ള ആളാ കർത്താവ് കേട്ടോ. 90 മൈൽ നടന്ന ശമരിയിലെ കുളക്കര ചെന്ന്, കെണ്ടുകര ചെന്ന് ഉയർത്തെഴുന്നേറ്റ് ആണിയുള്ള കാലും കൊണ്ട് 8 മൈൽ നടന്ന MOC പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നമ്മുടെ കാലം ഒരാണി ഇല്ലാണ്ട് നമ്മൾ യോഗത്തിന് വരത്തില്ലല്ലോ. സ്തോത്രം. ആരും പറയുന്നില്ല. പിന്നെ ആണി അടിച്ച പാടും കൊണ്ട് MOCന് പോയി. സ്തോത്രം. അപ്പൊ ഈ സ്പീഡിന് ഇവിടെ ചെല്ലണ്ടേ. ഇവിടെ ഓടിച്ചെന്ന് വസ്ത്രത്തെ തൊട്ടു. യേശു നിന്നു. യേശു വെച്ച് എന്നെ ആരാ തൊട്ടത്? അവർ പറഞ്ഞു എൻ്റെ കർത്താവ് എല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞത് എല്ലാ യോഗത്തിനും കൈപൊക്കുന്ന അവരുടെ കാര്യമല്ല. സ്തോത്രം. രക്ഷിക്കപ്പെടാത്തൊരു കൈപൊക്കാൻ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യും? കൈപൊക്കും. സ്നാനപ്പെടാത്തൊരു കൈപൊക്കാൻ പറഞ്ഞാൽ സ്നാനപ്പെട്ടവൻ എന്ത് ചെയ്യും? എന്തുവാന്ന് കേൾക്കുന്നില്ല. പിന്നെ എല്ലാത്തിനും എന്ത് ചെയ്യാണ്? പണ്ട് അമ്മച്ചി മുദ്രാവാക്യം വിളിച്ചോ, പിള്ളേർ വിളിച്ചത് ഞാനും വിളിച്ചേക്കുന്നു എന്നും പറഞ്ഞ് എല്ലാവരും ഒന്ന് പൊക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി കേട്ടേച്ച് നീ പൊക്കണം. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. നീ അറിഞ്ഞേച്ചവനെ അനുഗമിക്കണം. സ്വത്രം പറഞ്ഞേ. ഈ കൊച്ചു ഒറ്റ ഓട്ടം ചെന്നു, തൊട്ടു. യേശു നിന്നു. യേശു വെച്ച് ആരാ എന്നെ തൊട്ടത്? അവർ പറഞ്ഞ് എല്ലാവരും തൊടുക. അതൊന്നുമല്ല, ആവശ്യബോധത്തോട് ഇന്ന് രാത്രി വന്ന് എന്നെ തൊട്ട ഒരാളുണ്ട്. ഹല്ലേലൂയ. ഇവള് ഭയപ്പെട്ടു പോയി. ഇവള് പറഞ്ഞു കർത്താവേ ഞാനാണ് നിന്നെ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ വെളിപ്പെടുത്തി. യേശു അടുക്കലോട്ട് വിളിച്ചു. എല്ലാവരും അകറ്റി നിർത്തിയതാണ്. ഹലോ. രക്തസ്രാവമെന്ന ഈ ദുഷിച്ച രോഗം നിമിത്തം എല്ലാവരും അകറ്റിയപ്പോൾ യേശു അടുത്തോട്ട് വിളിച്ചു. അതാ യേശു. ആർക്കും വേണ്ടാത്തതിനെ ചേർത്ത് നിർത്തുന്ന ഒരാൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തരില്ല. സന്തോഷമുള്ളവർ മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആർക്കും വേണ്ടാത്തതിനെ ചേർത്ത് നിർത്തുന്ന കർത്താവ് അടുക്ക പിടിച്ചു. അവൾ ഭയന്നു വിറച്ച് പറഞ്ഞു കർത്താവേ ഞാനാണ് തൊട്ടത്. യേശു പറഞ്ഞു ഓക്കെ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി വീട്ടിൽ പോയിക്കൊള്ളാം. യേശുവിനെ തൊട്ടാൽ, യേശു തൊട്ടാൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാകും. ഇന്ന് രാത്രി സ്വസ്ഥതയില്ലാത്ത ഒത്തിരി ഭവനമുണ്ട്. കാശുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, പിള്ളേരുണ്ട്. ഒരുത്തൻ ജർമ്മനിയിലെ, ഒരുത്തൻ ഓസ്ട്രേലിയയിലെ, ഒരുത്തൻ കാനഡയിലെ, മറ്റവൻ അമേരിക്കയിലെ, 2 ഗൾഫിലെ. പക്ഷേ സ്വസ്ഥത വീട്ടിൽ ഇല്ല. എല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ല. പക്ഷേ യേശു ഇന്ന് രാത്രി നിന്നെ തൊട്ടാൽ ഒന്നാമത്തെ ഗുണം നിന്റെ ഭവനത്തിൽ സ്വസ്ഥത ഉണ്ടാകും. പ്രാർത്ഥിച്ചേ കർത്താവേ എൻ്റെ കൂടാരത്തിൽ ഒരു സ്വസ്ഥത തരണം. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ നീയല്ലോ എന്നെ നിർഭയം. ഒരു ഹല്ലേലൂയ പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സൗഖ്യമാക്കിയിട്ട് യേശു നേരെ ഈ ഐറോസിലെ നടപ്പ് തുടരുമ്പോൾ ഒരു മനുഷ്യൻ ഓടിക്കടച്ചു വരും. അവൻ ഓടി വന്ന് പറഞ്ഞു ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. ബാല മരിച്ചുപോയി. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവൻ പറഞ്ഞതാണ് സത്യം. അവൻ പറഞ്ഞാണ് ശരി. അവൻ പറഞ്ഞാണ് ശരി. യേശു പറഞ്ഞാണ് സത്യം.
പള്ളിപ്രമാണ കൊച്ചു ചത്തെന്നൊന്നും ചുമ്മാ വന്ന് പറഞ്ഞാൽ പറഞ്ഞോ വിവർ പറയും. ചത്തേക്കുന്നേ പള്ളിപ്രമാണ കൊച്ചാ, ഒരല്ലേ പറഞ്ഞ്. അത് ചുമ്മാ ചാകാതെ ചത്തെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞോൻ എന്ത് ചെയ്യും? അവിടെ 101% ചത്തെന്ന് ഉറപ്പാക്കിയിട്ടാ ചെറുക്കൻ ഓടി വന്ന് പറഞ്ഞത് കൊച്ചെന്ത് ചെയ്തു? മരിച്ചു പോയത്. സ്തോത്രം. അവൻ പറഞ്ഞതാണ് ശരി. എല്ലാവരും പറഞ്ഞേ, അവൻ പറഞ്ഞതാണ് ശരി. യേശു പറഞ്ഞതാണ് സത്യം. യേശു എന്താ പറഞ്ഞത്? ബാലൻ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ശരി. PC ചെറിയാൻ വന്ന് ഈ രാത്രി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് ശരി. തോമസ് ഫിലിപ്പ് സാറ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് ശരി. ഇനി അനീഷ് കാവാലം വരുമ്പോൾ ഓ ഇതായിരുന്നു വാസ്തവത്തിൽ ശരി. ശരി ഓരോരുത്തരും പറയുമ്പോൾ മാറി മാറി വരും. ഹലോ. ഇനി ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പറയുമ്പോൾ തോന്നും അയ്യോ ഇതായിരുന്നു ശരി. അതിൻ്റെ പുറകെ നമ്മളങ്ങ് ശരി പലരും പറയുമ്പോൾ മാറി മാറി വരുവച്ചാ. പക്ഷെ സത്യം ഒരിക്കലും മാറി വരത്തില്ല. ഒരു അല്ലെലിയ പറയണം. യേശു പറഞ്ഞത് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ മരിച്ചാൽ പിന്നെ എല്ലാവരും പറയുന്നത് പിന്നെ ഡാഡി എന്നൊന്നും വിളിക്കത്തില്ല. ബോഡി മോർച്ചറി വെച്ചോ, പിള്ളേർ പറയും മോർച്ചറി വെച്ചു. ബോഡി എപ്പോഴാണ് മോർച്ചറിൽ നിന്ന് എടുക്കുന്നത്? അത് നാളെ രാവിലെ 7 മണിക്കാണ്. ബോഡി എപ്പോഴാണ് വീട്ടിൽ കൊണ്ടിരുന്നത്? ബോഡി വീട്ടിൽ വരുമ്പോൾ മൊബൈൽ മോർച്ചറിലാണോ അതോ പെട്ടിക്കകത്താണോ വെക്കുന്നത്? എപ്പോഴാണ് മൊബൈൽ മോർച്ചറിൽ നിന്ന് പെട്ടിക്കകത്തോട്ട് മാറ്റുന്നത്? ബോഡി എപ്പോഴാണ് സെമിത്തേരി കൊണ്ടുവന്നത്? ബോഡി എപ്പോഴാണ് അടക്കുന്നത്? പിന്നെ എല്ലാം പറയുന്നത് എന്തുവാ? ബോഡി. പേര് വിളിക്കാൻ ഒരാൾക്കേ അധികാരമുണ്ട്. സ്വത്രം പറ. പിന്നെ അവനല്ലേ ലാസറിന്റെ പേര് വിളിച്ച് ഒരല്ലിയെ പറയണം. മരിച്ചതിനോട് ജീവനുള്ള ആളിനെ പോലെ പേര് വിളിക്കാൻ ജീവന്റെ നായകനെ അധികാരമുള്ളൂ. ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുക. ബാക്കി മക്കളും മരുമക്കളും ഉപദേശി എല്ലാം ബോഡി ബോഡി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു ലാസറേ, ഒരല്ലിയെ പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചവനെ പേര് വിളിക്കാൻ അധികാരമുള്ള ഒരുത്തനുണ്ട്. അത് നമ്മുടെ കർത്താവാ. കർത്താവ് നേരെ വീട്ടിൽ ചെന്നു. പോകണ്ടെന്ന് പറഞ്ഞിട്ടും ചെന്നു, ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടും ചെന്ന് കയറിയപ്പോൾ ഭയങ്കര ബഹളമാണ്, കരച്ചിലും തന്നെത്താനടി. പള്ളിപ്രമാണ കൊച്ചല്ലേ, ഏകജാതയുടെ മരണമല്ലേ, അല്ലെങ്കിൽ 12 വയസ്സ് പിള്ളേരില്ലാതെ ഉണ്ടായ കൊച്ചിൻ്റെ മരണമല്ലേ, ഭയങ്കര കരച്ചിൽ. അന്ന് കരയുന്നവർക്ക് പൈസ കിട്ടുന്ന കരച്ചിലുണ്ട്. ഹലോ. നമ്മുടെ ഇപ്പോഴത്തെ ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഇല്ലേ, കല്യാണം മൊത്തം കോൺട്രാക്റ്റ് എടുക്കുന്ന, ശവോടൊക്കെ മൊത്തം കൊണ്ടുവന്ന ഇവൻറ്റ് മാനേജ്മെൻ്റ് ഇല്ലേ, അതുപോലെ അന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ദൈവദാസ പറയാണ്, നമ്മുടെ കൊച്ച് അവൾ സ്കൂളിൽ പഠിച്ചപ്പോൾ തൂവാലുള്ള പുറത്ത് സ്വന്തം കൈകൊണ്ട് നെയ്ത പൂവാണ് എൻ്റെ ഉടുപ്പിൻ്റെ നെഞ്ചത്ത് പോക്കറ്റെ വെച്ചേക്കുന്ന പൂവെന്ന് പറയുമ്പോൾ കുറച്ച് പേര് തന്നെ ഒറ്റ ഇടിയാണ്, 2 കൈ. എനിക്ക് വേറെ കാശാ. അവൻ ആഞ്ഞ് നെഞ്ചെടുത്തിരിക്കുന്ന പൈസ വേറെയാണ്. സ്തോത്രം. അവനെങ്ങനെ മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ അതിൻ്റെ കൊട്ടേഷൻ 10,000 രൂപ അടക്കം കഴിയുമ്പോൾ ഇവന് കിട്ടും. സ്തോത്രം. റേറ്റ് അനുസരിച്ചാണ് പോകുന്നത്. ഇവൻ പറഞ്ഞു തീരുമ്പോൾ തന്നത്തെ അടിച്ച് കഴിയുമ്പോൾ കുറച്ചൊരു കുഴലൂതും. ഒരു ശോകമായ അന്തരീക്ഷത്തിൽ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അതിന് വേറെ കാശ. ജീവിച്ചിരുന്നപ്പോൾ കൊച്ചിന് ആശുപത്രി കൊടുത്തതിനെ കാട്ടി കൂടുതൽ പൈസ ഈ മാനേജ്മെൻറ്റിന് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇവന്മാരൊന്നും സന്തോഷത്തോടെ കരയാതെ കുറച്ച് പേരൊക്കെ പോയി കിട്ടിയല്ലോ എന്ന് ഓർത്തങ്ങ് പറ ഉണ്ടെന്നില്ല. ഫ്രൈസലോ. നിന്റെ കൊച്ചങ്ങ് പോയപ്പോൾ എല്ലാവരും സങ്കടം കൊണ്ടല്ല കരയുന്നത്, ആള് പോയി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് കരയുകയാണ്. ചിലർ ഗ്ലിസറിൻ തേച്ച് കരയുന്നുണ്ട്, ചിലർ ഉള്ളി ഞെരടി കരയുന്നുണ്ട്. നമ്മൾ ആയിരിക്കും എല്ലാം നമ്മളോട് സിമ്പതി കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. കർത്താവിന് മനസ്സിലായി ഇതെല്ലാം വാടകയ്ക്ക് കരയുന്നവന്മാരാ. കർത്താവ് എല്ലാത്തിനെയും പുറത്താക്കി. ഒരു സ്വത്രം പറഞ്ഞേ. പിന്നെ ഇങ്ങനെ വാടകയ്ക്ക് കരയുന്നവനെ ഇവൻ മാനേജ്മെന്റിനെ എല്ലാം പുറത്താക്കിയിട്ട് അപ്പനും അമ്മയും വരാൻ പറഞ്ഞു. അവരെ കരയിപ്പിക്കല്ല, അവർ കരഞ്ഞോളൂ. നൊന്ത് പ്രസവിച്ചതല്ലേ. ഒരു സ്വത്രം പറഞ്ഞേ. അവരുടെ കരച്ചിൽ ആർട്ടിഫിഷ്യൽ അല്ല, അത് ഒറിജിനൽ കരച്ചില. അവരെ 2 പേരെ അകത്തോട്ട് വിളിച്ചു. പ്രാർത്ഥിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ശിഷ്യന്മാർ 12 പേരുണ്ട്. എല്ലാത്തിനെയും അകത്ത് കയറ്റാൻ കൊള്ളത്തില്ല. ഒരുത്തം വന്നേക്കുന്നത് ഭയങ്കര വിടുതല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. തിന്നോമാരെ അവിടെ തിന്നേച്ച് മിച്ചമിട്ട് ചവന്മാരുടെ പോക്കിന് പോയി 5 പൈസ കിട്ടിയില്ല. അക്കരെ ചെന്ന് ഭൂതഗ്രസനെ പിടിപ്പിച്ച് തുണി പോലും ഇല്ലാത്തവന് അവിടുന്ന് 10 പൈസ കിട്ടിയില്ല. പ്രോഗ്രാം മുറക്കി നടക്കുക. ഇക്കരെ വന്ന രക്തസ്രാവക്കാരി സൗഖ്യമായി. അവിടെ നിന്ന് 5 പൈസ. അവൾ വന്നപ്പോഴേ പറഞ്ഞു വൈദ്യന്മാരാൽ ഏറിയൊന്നും സഹിച്ചു, പൈസ അല്ല തീർന്നു. അപ്പോൾ ഈ 3 പ്രോഗ്രാമിന് കാശൊന്നും കിട്ടിയില്ല. കടൽ ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ അവരോട് പൈസ ഒന്നും പറ. അപ്പോൾ ഈ കാശൊന്നും യൂദായുടെ പോക്കറ്റിലോട്ട് വന്ന് വീടുന്നില്ല. ഇവിടെ വന്നപ്പോൾ 2 നില വീട്, പള്ളിപ്രമാണി, നാട്ടുകാർ എല്ലാം അങ്ങനെ പുള്ളിക്ക് മനസ്സിലായി 3 കിട്ടിയില്ല. എന്നെ ഇവിടുന്ന് കിട്ടുമല്ലോ, കിട്ടിയാൽ എനിക്ക് ഇത്ര എടുക്കാമല്ലോ എന്ന് ഓർത്ത് പുള്ളി നിൽക്കുക. അവരല്ലേ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു അന്ത്രയോസ് ഉണ്ട്. പുള്ളി പുറകിലേ നിൽക്കത്തുള്ളൂ, പുള്ളി ഒരിക്കലും അകത്ത് വരത്തില്ല. പുള്ളി പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ തലയാട്ടും. നമ്മുടെ ആയിരിക്കും മെസ്സേജ് കേട്ട് തലയാട്ടുവാന്ന്. പുള്ളി നോക്കുന്നത് എത്ര പേരുണ്ട്, തലേന്ന് എടുക്കും. പെപ്സി എത്ര വേണം, പപ്സ് എത്ര വേണം, ഇത് 2 കൂടെ മേടിക്കണം, എത്ര പൈസ വേണം, ഏത് ബേക്കറി ചെന്നാൽ രാത്രി അത് കിട്ടും, അതാ തലയാട്ടുന്നത്. അവൻ കാൽക്കുലേറ്ററെ കൂട്ടുക. അവനെയും പുറത്താക്കി. ഒരു അല്ലല്ലേ പറഞ്ഞ്. പിന്നെ ഒരു പുള്ളിയുണ്ട്, ഞങ്ങളെ ഇടത്തിരുത്തോ വരത്തിരുത്തോ പറഞ്ഞ് നിൽക്കുക. ഹലോ. അടുത്തൊരു പുള്ളിയുണ്ട്, PC ചെറിയാനല്ല, ഏതവൻ വന്നാലും നസ്രയത്തിൽ നിന്ന് ഒരു നന്മയും പാറ.
അപ്പൊ ഇങ്ങനെയുള്ളവന്മാരെ എല്ലാം പുറത്താക്കിയിട്ട് 3 പേരെ അകത്ത് കയറ്റി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അപ്പൻ അമ്മ 5, യേശു 1 6, അകത്തിരുന്ന കൊച്ചൊന്ന് 7, കഥ കടച്ചു. സ്തോത്രം പറഞ്ഞേ. അകത്ത് നടക്കുന്ന ദൈവപ്രവൃത്തിയെ തുറച്ചു നോക്കുന്ന എല്ലാ കണ്ണുകളെ കർത്താവ് അല്പസമയം നിരോധിച്ചു. ഒരല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിനകത്തെ വിടുതലുകളെ തുറച്ചു നോക്കുന്ന എല്ലാ ദുഷ്ട കണ്ണുകളെ നിരോധിക്കാൻ കരുത്തുള്ള യേശുവിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ചാൽ നിർജീവമായത്, നിശ്ചലമായത്, ഇനി സാധ്യത മങ്ങിയത്, എല്ലാത്തിനെയും പുറത്താക്കിയിട്ട് കഥ കടച്ചിട്ട് അകത്തോട്ട് കയറി കൊച്ചിന്റെ കയ്യെ പിടിച്ച് പറഞ്ഞു, ബാല എഴുന്നേക്കാം. കൊച്ചു ചാടി എഴുന്നേറ്റ്. സ്തോത്രം. ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. അപ്പൻ്റെ കൊടുത്ത് പറഞ്ഞു, കൊച്ചിന് കഴിക്കാൻ വല്ലതും കൊടുക്കാൻ പറഞ്ഞു. ഹലോ, ഇക്കരയിൽ 2 ഭയങ്കര വിടുതൽ, അക്കരെ ഒരു വിടുതല്. പക്ഷെ പിശാച് പറഞ്ഞു അക്കരെ എത്തിക്കത്തില്ല. അക്കരെ എത്തിയോട് ഇക്കരെ എത്തിക്കരുതെന്ന് പറഞ്ഞു. അക്കരെ എത്തുകയും ചെയ്തു. ഇക്കരെ എത്തി വിടുതൽ പകർന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, ഒരിക്കലും വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതിയ ചില മണ്ഡലങ്ങളിൽ കർത്താവ് ഇന്ന് രാത്രി അവൻ്റെ പാദങ്ങൾ ചരിക്കുകയാണ്. നിന്റെ കൂടാരത്തിൻ്റെ ഉള്ളറയിൽ ചില നിർജീവത്വങ്ങളെ ഇന്ന് രാത്രി ജീവിപ്പിക്കുന്നത് പോലെ കരയുന്ന മാതാവിൻ്റെ കണ്ണുനീരിന് മറുപടി കൊടുത്ത് 6000 ഭൂതം ബാധിച്ചവനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് രാത്രി ഈ ദേശത്ത് ഹല്ലേലൂയ. ഞാൻ വാകത്താനം കുഞ്ഞവറാച്ചാണെന്ന് പറഞ്ഞിപ്പോഴും ജീവിച്ചിരിക്കുന്ന അപ്പച്ചൻ വളരെ പ്രായമാണ്. അതിന് ഹൈ റേഞ്ചിൽ ബെദസ്ത എന്ന് പറഞ്ഞൊരു വലിയ എസ്റ്റേറ്റ് ഉണ്ട്, ഏലത്തിൻ്റെ കാപ്പിയുടെ ഒക്കെ. ഞാനിയാകുടി വാകത്താനം കുഞ്ഞവറാച്ചൻ, നമ്മുടെ തോമസ് കുട്ടി ബ്രദറിൻ്റെ ഉപ്പാപ്പൻ. പുള്ളി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പുള്ളിയുടെ മീൻ വളർത്തുന്ന വലിയ മീൻകുളം, അവിടെ നിന്ന് മീൻ പിടിച്ച് ഞങ്ങൾക്ക് വറുത്തൊക്കെ തന്ന് അവരുടെ തോട്ടത്തിലെ തൊഴിലാളികൾ 100, 150, 200 പേരുണ്ട്. തേയിലത്തോട്ടം, ഏലത്തോട്ടം എല്ലാത്തിൽ നിന്നുള്ള തൊഴിലാളികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ട് നിർത്തി. എല്ലാവരും കൂടി ഞങ്ങളൊരു പാട്ടൊക്കെ പാടി. അവർ തമിഴാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ തമിഴിൽ അച്ഛ ഒരു പാട്ട് പാടി, ഞങ്ങളും പാടിക്കൊണ്ടിരുന്ന് ഒരുത്തിയുടെ തല്ലോട്ട് ഞാൻ കൈവെക്കുകയും ഇവൾ ഒറ്റ അലർച്ചയാകട്ടു. ഈ അലർച്ച എന്ന് പറഞ്ഞാൽ അടുത്തുള്ള മലകൾ മൊത്തം ഒന്ന് കിടുങ്ങി. നമ്മൾ ഈ പിള്ളേർ പാട്ട് പാടുമ്പോൾ എക്കോ വെക്കുമല്ലോ, അതുപോലെ ഈ അലച്ചിൽ ഈ മലകളിൽ ഇങ്ങനെ എക്കോ ഇളകുന്ന പോലെ നമുക്ക് കേൾക്കാം. സ്തോത്രം. പലരും പേടിച്ച് പുറകോട്ട് മാറി. ഇവൾ എടുത്തടിച്ച് താഴോട്ട് വീണു. അപ്പോൾ അവറാച്ചാൻ പറഞ്ഞു, ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ട്, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം അന്ന് പകൽ ആ ദുഷ്ടപിശാചിനെ അവളെ ഇറക്കി, അവൾ സൗഖ്യമായി. അപ്പം അങ്ങനെയാണെങ്കിൽ 6000 കയറിയവൻ്റെ അലർച്ച എന്തുമായിരിക്കും? 1 കയറിയോൺ അലറിയപ്പോൾ 4 മല കിലുങ്ങിയെങ്കിൽ ഈ 6000 കയറിയോൻ കാറുമ്പോൾ അവൻ ശവക്കല്ലറയിൽ നിത്യേന രാവും പകലും അലറി കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ കെട്ട് ദൈവം അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി സമീപ ഭവനങ്ങൾക്ക് പോലും സ്വസ്ഥത കൊടുക്കാത്ത ചില തലമുറകളുടെ മേൽ യേശുവിൻ്റെ കരം ചലിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഈ രാത്രി ഒന്ന് സ്തുതിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു തലമുറ പുറത്തു വരാൻ പോകുകയാണ്, ഒരു തലമുറ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. ദൈവദാസന്റെ ഭവനാങ്കണത്തിൽ ഒരു ചെറിയ കൂട്ടമായി വെച്ചെങ്കിലും നമ്മൾക്ക് ദൃശ്യമായി കാണാൻ കഴിയാത്ത ചില ഇരുട്ടിന്റെ മേഖലകളിൽ മറഞ്ഞു നിൽക്കുന്ന പോരുകളെ ദൈവം അഴിച്ചിട്ട് ഇന്ന് രാത്രി ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ചില തലമുറകൾ ഈ രാത്രി പുറത്തു വരികയാ. വിശ്വസിക്കുന്നവരുടെ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചത് ദൈവമാണെങ്കിൽ വഴിയിൽ കൊടുങ്കാറ്റടിക്കട്ടെ, ചുഴലിക്കാറ്റടിക്കട്ടെ, തിരയിളകട്ടെ, പറഞ്ഞവൻ നിന്നെ അക്കരെ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പാതി വഴിയിൽ യാത്ര മുടങ്ങിയെന്ന് വിചാരിച്ച്, വഴി അടഞ്ഞെന്ന് വിചാരിച്ച്, ചുഴലിക്കാറ്റി കറങ്ങുന്നത് പോലെ കിടക്കുന്ന ചിലതിനെ ദൈവാത്മാവ് രാത്രി വിടുവിക്കുകയാണ്. ആ കാറ്റ് അടങ്ങുന്ന രാത്രിയാ, ആ തിര ശാന്തമാകുന്ന രാത്രിയാ, ആ വഴി വീണ്ടും ഓപ്പൺ ആകുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നീ ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ആ പാത തുറന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ടതുപോലെയുള്ള ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ദൈവകരം ചലിക്കുകയാ. ഒരു നിമിഷം നമുക്ക്